നല്ല അവസരത്തെ ഒരുക്കിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാഥ, സ്തുതിക്കുന്നു. അവിടുത്തെ കൃപകൾ, അവിടുത്തെ കരുണകൾ, അവിടുത്തെ പരിപാലനങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലുതായിരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന നാഥ, സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അറിയുവാൻ കർത്താവെ, ഞങ്ങൾ പലയിടങ്ങളിലായി, ദൂരദേശങ്ങളിലായി, പല ഭവനങ്ങളിലായി, പല മുറികളിലായി ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഇരിക്കുന്ന ഇടത്ത് കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരുമാറാകണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ യാക്കോബ് ഇറങ്ങി വന്നിടത്ത് വന്ന് യാക്കോബിനോട് ഇടപെട്ടതായ ദൈവം, ആ ദൈവം ഞങ്ങളുടെ ദൈവമാകയാൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. പാട്ടുപാടുവാൻ തക്കണ്വാൻ അവിടുത്തെ മകനെ അവിടുന്ന് ബലപ്പെടുത്തിയിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ, സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുനാമം മഹത്വപ്പെടുത്തുവാൻ, നിന്നെ ആരാധിക്കുവാൻ, വചനത്തിൽ നിന്നും ശ്രദ്ധിക്കുവാൻ ഒക്കെ അവിടുന്ന് സഹായിക്കുമാറാകണം. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് തിരുനാമം ഉയർത്തുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ എഡിസൺ ഫെലോഷിപ്പിൻ്റെ സൂം മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള സമയമാണിത്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രിയ ഏബൽ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾക്കറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മകനോട് കൂടെ ചേർന്ന് നമ്മൾക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. മൈക്കുകൾ മ്യൂട്ട് ചെയ്ത് കൂടെ പാടി ആരാധിക്കാം. തൻ്റെ സാക്ഷ്യവും ഒക്കെ കൂടെ പറഞ്ഞ് പാട്ടുപാടി ആരാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏബൽ എബ്രഹാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം. എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ ആൻറ്റിയോടും ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്ററുകളോടും ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂം മീറ്റിങ്ങിൽ കടന്നു വരുന്നത്. എന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഏബൽ എബ്രഹാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. മാതാപിതാക്കളും ഒരു അനുജത്തിയും അടങ്ങിയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഈ മീറ്റിങ്ങിൽ ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അല്പസമയം നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്പസമയം നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. Savior, my Savior, hear my humble cry. While on others thou art calling, do not pass me by. While on others thou art calling, do not pass me by. Has been known to children. Has been known, O gentle Savior, hear my humble cry. While on others thou art calling, do not pass me by. Pass me not, O gentle Savior, hear my humble cry. While
ചേർന്ന് പാടാം. Oh Savior, my Savior, hear my humble cry. While on others thou art calling, do not pass me by. Let me at thy throne of mercy find a sweet relief, my Jesus, kneeling there in deep contrition. Please help my unbelief. Amen. Savior, my Savior, hear my humble cry. While on others thou art calling, do not pass me by. While on others thou art calling, do not pass me by. Trusting only in thy merit, would I seek thy face. Heal my wounded, broken spirit. Save me by thy grace. Savior, oh Savior, my Savior, hear my humble cry. While on others thou art calling, do not pass me by. While on others thou art calling, do not pass me by. Thou spring of all, thou the spring of all my comfort, you're more than life to me. Whom have I on earth beside thee? Whom in heaven but thee? Oh my Savior, Savior, my Savior, hear my humble cry. While on others thou art calling, do not pass me by. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് പാടാം. യേശു നാഥ, എന്നപേക്ഷ കേൾ. While on others thou art calling, do not pass me by. യേശു നാഥ, എന്നപേക്ഷ കേൾ. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. മറ്റുള്ളോരെ ദർശിക്കുമ്പോൾ നോക്കുകെന്നെയും. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ സന്നിധാനത്തിലാണ് നാം ആയിരിക്കും. നമ്മെ ഇന്നയോളം നടത്തിയ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയും. നമ്മെ ഇന്നയോളം നടത്തിയത് കർത്താവിന്റെ കൃപയൊന്നും മാത്രമാണ്. നാം ഇവിടെ ആയിരിക്കുന്നതും നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കൊന്നുമല്ല. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കൃപയൊന്നും മാത്രമാണ്. ആ കൃപയിൻ കീഴിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം.
ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ, ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ, സാരമില്ലി ക്ലേശം മാറിടുമേ, നാഥനവൻ എന്നും കൂടെയുണ്ട്. സാരമില്ലി ക്ലേശം മാറിടുമേ, നാഥനവൻ എന്നും കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ സ്നേഹത്തിന് ആഴമിത് വർണ്ണിപ്പാൻ നാവിനാലായത് ചേർന്ന് പാടാം. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. നിന്നകളേറിടും വേലകളിൽ, പഴിദുഷിയേറിടും നാളുകളിൽ. നിന്നകളേറിടും വേലകളിൽ, പഴിദുഷിയേറിടും നാളുകളിൽ. തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ഉറ്റവരെ വരും കൈവിടുമ്പോൾ, കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. ഉറ്റവരെ വരും കൈവിടുമ്പോൾ, കൂട്ടിനവൻ എൻ്റെ മരണത്തിൻ താഴ്വര പൂവിടുമ്പോൾ. തെല്ലും ഭയം എനിക്കേശുകില്ല, മരണത്തിൻ താഴ്വര പൂവിടുമ്പോൾ. തെല്ലും ഭയം എനിക്കേശുകില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ, ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ. സാരമില്ലി
ക്ലേശം മാറിടുമേ. നാഥനവൻ എന്നും കൂടെയുണ്ട്, സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവൻ എന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ദൈവത്തിൻ സ്നേഹം, ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമില്ലേ, വർണ്ണിപ്പാൻ നാവിനാൽ അവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഹല്ലേലൂയ. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിൽ ആനന്ദമേ. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിൽ ആനന്ദമേ. എന്നെ നിന്മാർവിങ്കൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. അരുൾക 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 ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവേ, ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, ഈ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട്. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക്
ഉള്ളതാ എല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹിതത്തെ നീ കാട്ടുക കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹിതത്തെ നീ കാട്ടുക. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അല്പസമയം കർത്താവിനെ പാടി സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്കൊരിക്കൽ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ കർത്താവിന്റെ സ്നേഹത്തെ, കർത്താവിന്റെ കൃപകളെ ഓർത്തു വർണ്ണിപ്പാൻ, കർത്താവിനെ പാടുവാൻ ഞങ്ങളെ സഹായിച്ചത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വഴികൾ പിന്തുടരുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അതിനായി ഞങ്ങളെ തന്നെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പുതിയ മുഖങ്ങളോട് ഒരുമിച്ച് അടിയനും പാടുവാൻ കർത്താവ് സഹായിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. മീറ്റിങ്ങിന് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നു. വചന ശുശ്രൂഷിക്കുന്ന തന്റെ ദാസനെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ. 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 താങ്ക് യു ഏബോ. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം തന്റെ മകനെ ദൈവം ബലപ്പെടുത്തിയ അവന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലരും ആരോഗ്യത്തോടും ബലത്തോടും ഇരിക്കുമ്പോൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക്, ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പ്രസംഗിക്കാനൊന്നും പോകല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും മിസ്കോട്ട് ചെയ്ത് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നാൽ നമ്മൾ അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ച പൗലോസ് പറയുന്നത് എന്തുവാ? ബുദ്ധിമുട്ട് നിമിത്തം ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തിൽ ഇരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ആകുന്നു. എൻ്റെ ബുദ്ധിമുട്ടുകളല്ല, എൻ്റെ ശാരീരിക അവസ്ഥകളല്ല, irrespective of my circumstances and my situation, there is a God who strengthens me. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിന് പ്രശ്നമല്ല. ഞാൻ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയ ഒരു കാലമുണ്ട്. ബുദ്ധിമുട്ടില്ലാതെ സമൃദ്ധിയിൽ ഞാൻ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഞാൻ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. എനിക്ക് അനാരോഗ്യത്താൽ, ഞാൻ രോഗത്താൽ ഞാൻ ആയിരിക്കുന്ന ഒരു കാലമുണ്ട്. ഈ കാലത്തെല്ലാം എന്നെ നടത്തുവാൻ മതിയായവനായ ഒരു ദൈവത്തിൽ ആണ് ഞാൻ ആശ്രയിക്കുന്നത് എന്ന് ഉറച്ചു പറയുവാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ആ മകനെയും മാതാപിതാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കും. കാരണം ദൈവവേലയിൽ മുതിർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അനേകരുടെ ഇടയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഈ മകനെ ദൈവം ശക്തനാക്കുവാൻ, ആ കുടുംബത്തെ അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ
പറയുവാനുള്ളത്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ രാജു ബ്രദർ, ജോൺ സക്കറിയ പ്രാർത്ഥിച്ച് സഹായിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂവാറ്റുപുഴയിൽ CV കുരുവിള എന്ന ഒരു പിതാവിന് വേണ്ടി, കാർ ആക്സിഡന്റിൽ പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ കുടുംബത്തെ ഓർത്ത്, വേദനയിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഡോക്ടർ ബോബി മയോ ക്ലിനിക്കിൽ ഇപ്പോൾ ഹാർട്ട് സർജറിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ബെറ്റ്സിയുടെ പിതാവ് 102 വയസ്സുണ്ട്, തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഉറക്കവും ഒന്നുമില്ല. രാത്രിയിലൊക്കെ ഇറങ്ങി വീട്ടിൽ നടന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നത് വിധത്തിൽ ആയിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബെറ്റ്സിയുടെ സൗഖ്യത്തിനായി, പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. സിസ്റ്റർ ഉഷ പൗലോസും ഭർത്താവും സുഖമില്ലാതെ ഇരിക്കുന്നു, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലൂസി സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ സർജറി ഒക്കെ നന്നായി നടന്നു, അദ്ദേഹം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരന്റെ മകൾ ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവ് ചെയ്യാനൊക്കെ തുടങ്ങത്തക്ക വിധത്തിൽ ഡോക്ടർമാര് ഉപേക്ഷിച്ച നിലയിൽ നിന്നും ഡ്രൈവ് ചെയ്യുവാൻ, 4 മാസത്തിനകം ഡ്രൈവ് ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള വിധത്തിലേക്ക് ദൈവം മാറ്റിയെടുത്ത കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അതുപോലെ ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന മറ്റ് അനേകരുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പലരുണ്ട്. ദീപക്, ചിന്നമ്മ സിസ്റ്റർ, വത്സ, പ്രസാദ്, ജൂബിൻ, ജിജോ, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഡോക്ടർ അലക്സിനായി, ഉഷയ്ക്കായി പ്രാർത്ഥിക്കുക. ഹ്യൂസ്റ്റണിലുള്ള തമ്പിക്കായി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ ദൈവം തൻ്റെ കരുണയിൽ അവരെ മറയ്ക്കുവാൻ പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കള്, അവരുടെ വിവാഹത്തിന് വേണ്ടി തക്കതായ തുണകളെ ദൈവം ഒരുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഡ്രഗ് അഡിക്ഷനിലും മറ്റും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പലരുണ്ട്, പലരുടെ ജോലികൾ നോക്കി തക്കതായ ജോലികൾ, സൂട്ടബിൾ ആയിട്ടുള്ള ജോലികൾ കിട്ടാതെ ഇരിക്കുന്ന അനേകരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുടുംബജീവിതത്തിൽ പ്രയാസ പ്രതികൂലങ്ങളിലായി ഡിവോഴ്സിന്റെ പരുക്കത്തായിരിക്കുന്ന ഒരു വലിയ കൂട്ടം ഉണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ പല ഭാഗത്ത് മിഷൻ പ്രവർത്തനങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. പെർസിക്യൂട്ടഡ് ക്രിസ്ത്യൻസിനെ ഓർത്ത് ഇന്ത്യയില്, നൈജീരിയയില്, അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ദേശമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി, ഇസ്രയേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഓർത്ത് രാജു ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വിശ്വസനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട്, ഈ പ്രഭാസമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുകൊണ്ട് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇത്രത്തോളം ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവെ, പ്രിയ പൈതൽ പാടിയതുപോലെ കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, പൈതലിനെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ഗാന ശുശ്രൂഷ ദൈവമേ സ്തോത്രം, ദൈവനാമത്തിന് മഹിമയ്ക്കായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അവൻ ശരീരത്തിൽ ബലഹീനനെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഒരു ബലവാനായ ദൈവം അവന്റെ കരം പിടിച്ചിരിക്കാല്. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. കൃപയിൽ സൂക്ഷിക്കണമേ, ശക്തിയിൽ കാത്തുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദാസന് പതിന് വില കൊടുത്ത് സഹായിച്ചാണെന്ന് അപേക്ഷിക്കുന്നു. പ്രിയവദന്റെ മാവിനെയും പിതാവിനെയും സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയെ നിലനിർത്തിക്കൊള്ളുന്ന പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, രാവിലെ ഈ സന്ധ്യ സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ സന്നിധിയിൽ നിരത്തി വെക്കുവാനുണ്ട്. കർത്താവെ സ്തോത്രം. കാലം ലോകമൊക്കെയും അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിലെ ഹല്ലേലൂയ സ്തോത്രം, പലവിധമായ പ്രയാസങ്ങൾ കൂടെ, പ്രശ്നങ്ങൾ കൂടെ ജനങ്ങൾ കർത്താവെ ഹല്ലേലൂയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുന്ന ഭയപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു ജനതയുടെ മധ്യത്തിൽ ഞങ്ങളൊക്കെ ആയിരിക്കുന്നു കർത്താവെ. എങ്കിലും ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങളെ വിളിച്ച ഒരു ദൈവം സർവശക്തനായ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ താങ്ങുവാൻ ശക്തനായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം തന്ന് ഞങ്ങൾ ഈ നാളുകൾ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം.
കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഹാലലുയ സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ നിന്നെ പ്രസാദിപ്പിച്ച് നിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവെ. എന്നാൽ അതിന് വേണ്ടതായ ബലവും ശക്തിയും കൃപയും പരിശുദ്ധാത്മാവിനും നിറവും തന്നെ ഞങ്ങളെ ഈ നാളുകളിൽ നടത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. സുവിശേഷത്തിനും സുവിശേഷ വേലയ്ക്ക് ഇടമായിട്ട് കർത്താവെ ശത്രുവായി പൊരുതിക്കൊണ്ടിരിക്കുന്നു അനേക ജീവിതങ്ങൾ കർത്താവെ. ലോകത്തിന്റെ പല കോണുകളിലും പല രാജ്യങ്ങളിലുമായിട്ട് കഷ്ടത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണവുമായി മല്ലടിച്ച് കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. ഹാലലുയ സ്തോത്രം. ജയിലറകളിൽ കഷ്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കർത്തദാസന്മാരുണ്ട് കർത്താവെ, ലോകത്തിന്റെ പല കോണുകളിലുമായിട്ട്. എങ്കിലും കർത്താവ് ഒരു നിർത്തുവാൻ ശക്തനാകിയാൽ സ്തോത്രം. കൃപയെ നിലനിർത്തിക്കൊള്ളണമേ. ആരും പിന്മാറി പോവാനോ ആരും കർത്താവിനെ തള്ളി പറയുന്നു നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരണം വരെയും ഹാലുലിയ ജീവശ്വാസം തീരുന്നവരെയും ഹാലുലിയ സ്തോത്രം. കർത്താവെ നിന്നെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരൊക്കെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ ശരീര ക്ഷീണരുണ്ട്, ബലഹീനരുണ്ട്. നീ അവരൊക്കെയും താങ്ങുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ ഹാലുലിയ പ്രിയ മൂവാറ്റുപുഴ കർത്താവെ ഹാലുലിയ സ്തോത്രം. കാർ ആക്സിഡന്റ് മൂലം മരണപ്പെട്ട കർത്തദാസിനെ കുറിച്ച് ഇപ്പോൾ ദാസൻ സംസാരിച്ചല്ലോ കർത്താവെ സ്തോത്രം. ദാസന് കൊടുത്ത ഹാലുലിയ സ്തോത്രം. ആമേൻ. ഹാലുലിയ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ നീ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവെ ഹാലുലിയ സ്തോത്രം. പേര് പറയപ്പെട്ട പല പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഹാലുലിയ പലവിധമായ കഷ്ടങ്ങൾ കൂടെ രോഗങ്ങൾ കൂടെ ഹോസ്പിറ്റലിൽ കൂടെയൊക്കെയും കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ട് കർത്താവെ. അവർക്കൊക്കെ വീടിന് സൗഖ്യവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹാലുലിയ സ്തോത്രം. ജീവിതയാത്രയിൽ ഹാലുലിയ സ്തോത്രം. കർത്താവെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹാലുലിയ സ്തോത്രം. ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സൗഖ്യമാക്കണമേ, വിടുതൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരുടെ കർത്താവെ ഹാലുലിയ സ്തോത്രം. പ്രായത്തിന്റെ പ്രയാസത്താൽ ഹാലുലിയ ശരീര ക്ഷീണരും ബലഹീനരുമാണ് അപ്പാ, നീ അറിയുന്നല്ലോ. ഹാലുലിയ സ്തോത്രം. എങ്കിലും ബലഹീനന് തേഞ്ഞു വരുന്നതായ ദൈവശക്തി കൊണ്ട് ഹാലുലിയ മക്കളൊക്കെയും നിലനിർത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ക്രിസ്ത്യ മനുഷ്യക്ക് വേണ്ടി എഡിസൺ ക്രിസ്ത്യ മനുഷ്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിന് ചുക്കാൻ പിടിക്കുന്നതായ കർത്താവെ ഇതിന്റെ കാര്യങ്ങളെ ക്രമീകരിച്ച് ഓരോ വെള്ളിയാഴ്ചയും കർത്താവെ ഹാലുലിയ സ്തോത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കർത്താദാസനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അവർക്ക് വേണ്ടതായ കൃപ ധാരാളമായിട്ട് പകർന്നു കൊടുക്കണമേ. കർത്താവെ മുടക്കം കൂടാതെ ഹാലുലിയ കർത്താവിന്റെ വരവരെയും ഈ ശുശ്രൂഷ മുന്നോട്ട് പോകത്തോടെ കർത്താവ് പ്രവർത്തിക്കണമേ. ഹാലുലിയ അതിന്റെ എല്ലാ അവസ്ഥകളിലും അതിന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്റെ ദൈവത്തിന്റെ ഹാലുലിയ സ്തോത്രം. കർത്താവെ അങ്ങയുടെ ഭണ്ഡാരം തുറന്നവരെ സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ സമയത്തെ ഹാലുലിയ സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളിലും കോളേജിൽ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഹാലുലിയ സ്തോത്രം. കാലത്തിന്റെ ഹാലുലിയ കെട്ടിഴുക്കൽപ്പെട്ട് ഹാലുലിയ യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആരുടെയും കുഞ്ഞുങ്ങൾ ഹാലുലിയ സ്തോത്രം ഈ ലോകത്ത് നശിച്ചു പോകാൻ അനുവദിക്കല്ലേ. ഹാലുലിയ സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവെ. ഹാലുലിയ സ്തോത്രം. ദുഷ്ടനായവൻ ആരെ വഞ്ചിക്കേണ്ടെന്ന് അറിഞ്ഞേ ഹാലുലിയ സ്തോത്രം. കർത്താവെ അവൻ ഉഴന്ന് ഓടി നടക്കുന്നത് പോലെ ഹാലുലിയ സ്തോത്രം. ആകയാൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളുടെ കരയിൽ മറച്ചു സൂക്ഷിക്കണമേ. യൗവനക്കാർക്ക് വേണ്ടതായ കൃപ നീ കൊടുക്കണമേ കർത്താവെ. ഹാലുലിയ ഭേദങ്ങളെ തിരിച്ചറിയുവാൻ കാലത്തിന്റെ അവസ്ഥ കണ്ട് ഹാലുലിയ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പിന്മാറിപ്പോയ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ ദിവസത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹാലുലിയ സ്തോത്രം. കുടുംബസ്ഥരാകുവാൻ ആഗ്രഹിക്കുന്ന ഹാലുലിയ ഞങ്ങളുടെ യൗവനക്കാരുണ്ട് കർത്താവെ. അവർക്കൊക്കെയും തക്കതായ തുണകളെ ഒരുക്കണമേ. ഹാലുലിയ എന്റെ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഹാലുലിയ സ്തോത്രം. ഹാലുലിയ തക്ക സമയത്ത് കർത്താവിന്റെ സമയത്ത് തക്കതായ തുണകളെ ഒരുക്കി കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കുടുംബസ്ഥരായ ശേഷം ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ഉണ്ടല്ലോ കർത്താവെ. ഹാലുലിയ അപ്പച്ചന്റെ കാരൻ തക്ക സമയത്ത് അവർക്ക് വേണ്ടിയും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആരും ദൈവത്തെ ദുഃഖിക്കുവിതരായി തീരല്ലേ കർത്താവെ. ഹാലുലിയ സ്തോത്രം. അപ്പാ ഡിവോഴ്സിനും ഹാലുലിയ മറ്റുമായിട്ട് ഹാലുലിയ ജീവിക്കുന്ന ഹാലുലിയ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളും പ്രിയപ്പെട്ടവരും യൗവനക്കാരും ഒക്കെ ഉണ്ടല്ലോ കർത്താവെ. എന്നൊക്കെ എല്ലാവരെയും വിടിവിക്കണമേ. അവർക്കൊക്കെയും ഹാലുലിയ സ്തോത്രം ഒരു മടങ്ങി വരുവ ദൈവത്തിലേക്ക് ഹാലുലിയ സ്തോത്രം. ദൈവ സ്നേഹത്തിലേക്ക് ഹാലുലിയ സ്തോത്രം. കർത്താവിന്റെ ഹാലുലിയ ആലയത്തിലേക്ക് ഒരു മടങ്ങി വരവ് കൊടുത്ത് അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വന്ന് വാർക്കുന്ന രാജ്യങ്ങളൊക്കെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ
ഹാലുലിയ സ്തോത്രം. അപ്പച്ചാ ഹാലുലിയ സ്വത്ത ഹാലുലിയ സമാധാനമില്ലാത്തൊരവസ്ഥയിൽ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. ഈ അമേരിക്കയോട് കരുണ കാണിക്കണമേ, ഇന്ത്യയോട് കരുണ കാണിക്കണമേ, നൈജീരിയയോട് കരുണ കാണിക്കണമേ. അനേക ജീവിതങ്ങള് അവിടെ ജീവനെ ഹാലുലിയ സ്തോത്രം കർത്താവിന് വേണ്ടി ഹാലുലിയ ബലിയാക്കി കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവർക്കൊക്കെയും ഹാലുലിയ ഒരു നിത്യ സന്തോഷം കൊടുത്ത് ഹാലുലിയ നിത്യതയിൽ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് സന്ധ്യാകാലം വചനം പങ്കുവെക്കുന്ന ദാസനായി സ്തോത്രം. കർത്താവേ ഹാലുലിയ മോഹനെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് വേണ്ടതായ ദൈവത്തിന്റെ ആലോചന ഞങ്ങളെ നീ അറിയിക്കണമേ. കർത്താവേ ഹാലുലിയ സ്തോത്രം. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ വേണ്ടതായ ദൈവകൃപ ദാസനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ ജയോത്സവമായി കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ചാഴ്ചയിൽ ഓർത്ത ദൈവത്തിന് ഹാലുലിയ ഞങ്ങൾ ഒന്നുമില്ലായ്മ ഞങ്ങളെ കണ്ട ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രചാരിത്രത്തോളം ഹാലുലിയ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകണം. ദാസനെ സഹായിച്ചതോർത്ത് സ്തോത്രം. പ്രിയ ലിൻഡാ സെഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മത്തായിച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ ബലപ്പെടുത്തി സഹായിച്ചാട്ട് ഇതിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടതായ ദൈവക്ക് ധാരാളമായിട്ട് പകർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ശരീരക്ഷീണരോ ബലഹീനരോ ഉണ്ടെങ്കിൽ കർത്താവേ ഹാലുലിയ സ്തോത്രം അവർക്കൊക്കെ നീ സൗഖ്യം കൊടുക്കണമേ, അവർക്കൊക്കെ നീ വിടുതൽ കൊടുക്കണമേ. കർത്താവേ ഹാലുലിയ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഹാലുലിയ ഞങ്ങളുടെ യേശു ജീവിക്കുന്ന ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹാലുലിയ അവരുടെ പ്രത്യാശയും വിശ്വാസം വർദ്ധിച്ചു വരാൻ തൊക്കണം. കർത്താവിന്റെ വരവരെയും ഹാലുലിയ ഓട്ടമോട് തികപ്പാടുള്ള കൃപ ഞങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകണം, വിശുദ്ധീകരിക്കണം. കർത്താവേ ഹാലുലിയ സ്തോത്രം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകളുടെ ദൈവസ്നേഹത്തിന് നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം. ആമേൻ ആമേൻ. താങ്ക് യു രാജ് ബ്രദറെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ കരുണകൾ, ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ നമ്മൾക്ക് വലുതായിരിക്കും. നമ്മളുടെ ചുറ്റും അപകടങ്ങൾ പലതും നടക്കുമ്പോഴും ഈ അപകടങ്ങളിലൊന്നും പെട്ടുപോകാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. രോഗങ്ങൾ വരുന്നു, രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ തരുന്ന ഒരു ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ അഭിമന്യുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തൻ്റെ ധൃതിയുള്ള ശുശ്രൂഷയുടെ ഇടയ്ക്ക് നമ്മളുടെ മധ്യത്തിൽ വരുവാൻ കാണിച്ച സന്മനസ്സിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ മിഡിൽ ഈസ്റ്റില് എവിടെയോ ആയിരുന്നു. വന്ന് യാത്രാക്ഷീണങ്ങളൊക്കെ കാണും. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മളോടുകൂടെ ആയിരിക്കുവാൻ കാണിച്ച വലിയ സന്മനസ്സിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നമ്മൾക്ക് വേണ്ടത് കർത്താവ് തൻ്റെ ദാസനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് സ്വീകരിക്കുവാൻ നമ്മൾ മനസ്സൊരുക്കമുള്ളവരായി ഇരുന്നാൽ നമ്മൾക്ക് പ്രയോജനമാകും. അതുകൊണ്ട് നമ്മൾക്ക് വചനത്തിലേക്ക് കടക്കാം. കർത്താവ് 1 മണിക്കൂർ 15 മിനിറ്റ് കർത്താവിൻ്റെ ദാസന്റെ സമയം അനുസരിച്ച് വചനത്തിൽ നിന്നും ശുശ്രൂഷിക്കും. നമ്മൾക്ക് ശ്രദ്ധയോടുകൂടെ ഇരിക്കാം. പാസ്റ്റർ അഭിമന്യു. താങ്ക് യു അങ്കിളെ. താങ്ക് യു സോ മച്ച്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഒരുപാട് ആത്മസാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടതുമായ ഈ പ്രത്യേക സമയത്തിനായിട്ട് വിശേഷാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാനി കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി പ്രിയ ആന്റി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്ന കുടുംബത്തെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ മകൻ ഏവലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചല്ലോ. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആത്മീയ സപ്പോർട്ടുകൾ ഒക്കെ തന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ബ്ലെസ്സിങ്സ് ആകുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് മുഖതാരിൽ കണ്ട് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് വലിയ ഭാഗ്യം നമുക്ക് ഒരുമിച്ച് നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. സിൻസിയറായി പറയാം, ചില യോഗത്തിനകത്തിരിക്കുമ്പോൾ സാന്നിധ്യം വെളിപ്പെട്ട് വരുന്ന മീറ്റിങ്ങിന്റെ പ്രസൻസ് ഒക്കെ നമുക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. അത് പാട്ടിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെയൊക്കെ ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തപ്പോൾ പ്രിയ മകൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാട്ടുകൾ പാടുന്നത്, ആ പാട്ടുകൾ എന്നതിനേക്കാളും അപ്പുറം എനിക്കത് ആരാധന എന്ന് പറയാനാണ് കുറേ കൂടെ സന്തോഷം, ഇഷ്ടം. സ്തോത്രം. സ്വർഗം ഇറങ്ങി വരുന്ന നല്ല സമയങ്ങളാക്കി സ്വർഗത്തിൽ അധികം മാറ്റിയല്ലോ. ശരിക്കും ഒരു ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം ഒരു ഓഫ്ലൈൻ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നു. അതേ പ്രസൻസിൽ കർത്താവ് നമ്മൾ ഇരുത്തിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. ഈ തലമുറയിൽ ദൈവം ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കട്ടെ. തന്റെ ശബ്ദത്തെ ദൈവം പ്രാപ്തിയുള്ളതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ദൈവവചന ശുശ്രൂഷകളിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷമാണ് ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി നാം എടുക്കുന്നത്. ഒത്തിരി ഫെമിലിയർ ആയിരിക്കുന്ന വാക്യം, ഒരുപാട് പരിചയമുള്ള വാക്യം. മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം എടുക്കാമോ? അതിന്റെ 16-17 വാക്യങ്ങൾ ദൈവവചന ശുശ്രൂഷകൾക്ക് ആധാരമായി നാം വായിച്ചു കേൾക്കപ്പെടാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും. വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. മർക്കോസ് 8-ന്റെ 16-ാമത്തെ വാക്യം. നമുക്ക് അപ്പം ഇല്ലായികയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. സ്തോത്രം. 17-ാമത്തെ വാക്യം. അത് യേശു അറിഞ്ഞ് അവരോട്. സ്തോത്രം. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒന്നാമത്തെ വാക്യത്തിനകത്ത് ശിഷ്യന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ യേശുവിന്റെ മനോഭാവമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. 16-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അപ്പം ഇല്ല എന്ന് അവർ യേശുവിനോട് പറഞ്ഞില്ല, അവർ തമ്മിൽ പറഞ്ഞു. സ്തോത്രം. അവർ യേശുവിനോട് ആ കാര്യം ഷെയർ ചെയ്തിട്ടേ ഇല്ല, അവർ അത് തമ്മിൽ മാത്രം ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ്. 17-ാമത്തെ വാക്യം വരുമ്പോൾ അത് യേശു അറിഞ്ഞ് അവരോട്. സ്തോത്രം. ഒത്തിരി ആത്മീയ സത്യങ്ങൾ, ഒരുപാട് ആത്മീയ സത്തകൾ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. എനിക്കറിയാം, എനിക്ക് തോന്നുന്നു ഇവിടെ സംസാരിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് പല പ്രാവശ്യങ്ങൾ കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോഴെല്ലാം സംസാരിക്കുന്ന വിഷയം പുറത്തധികം എങ്ങും പറയാത്ത പ്രത്യേക ചില വിഷയങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് പല പ്രാവശ്യങ്ങളിൽ എനിക്ക് നിയോഗം നൽകിയിട്ടുള്ളത്. കുറെ കൂടെ ഇറങ്ങി പറഞ്ഞാൽ ഇവിടെ സംസാരിച്ചതിന് ശേഷമാണ് ആ സബ്ജക്റ്റുകൾ പലപ്പോഴും പുറത്തു പറയാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നത്. അപ്പം നമ്മുടെ ഇരിപ്പും നമ്മുടെ ആവേശവും ഒക്കെയാണ് ഈ മെസ്സേജ് പറയാനുള്ള ഒരു നിയോഗത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്. സ്തോത്രം. ഈ സമയം നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ അടുത്തൊരു സ്ഥലത്ത് ഇത് പറയാൻ എനിക്ക് എത്രത്തോളം അതിന്റെ ഒരു സ്തോത്രം നിങ്ങൾക്കറിയാം, അതിന്റെ ഫ്ലോ വരുമെന്ന് എനിക്കറിയില്ല. നിയോഗം പോലെ കർത്താവ് ഈ വിഷയങ്ങൾ നമുക്ക് വേണ്ടി രാവിലെ വിശദീകരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം പ്രാരംഭത്തിൽ ആരംഭിക്കുന്നത് ഒരപ്പം മുറുക്കി കൊടുത്തുകൊണ്ടാണ്. ഒരു അത്ഭുതത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വന്നുകൊണ്ടാണ്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന 36 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. 38 എന്ന് ചിലർ പറയുന്നു. എന്നാൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കിയാൽ, ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ 36 അത്ഭുതങ്ങൾ 4 സുവിശേഷങ്ങളായിട്ട് യേശു ചെയ്തിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, യേശു ചെയ്തത് 36 അത്ഭുതമൊന്നും അല്ല, 360 അല്ല, 3 ലക്ഷവും അല്ല. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കാൻ തുടങ്ങിയാൽ ലോകത്ത് തന്നെ പുസ്തകം ഒതുങ്ങത്തില്ല. അപ്പോ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഇന്ന് രാവിലത്തെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയും, വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത 1000 അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്തിനു പറയണം? ഇന്ന് രാവിലത്തെ യോഗത്തിൽ നമ്മൾ ഇരിക്കുന്നത് പോലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ മഹത്വം നമ്മുടെ ശിരസിനകത്ത് വെളിപ്പെട്ട് വന്നതുകൊണ്ടല്ലയോ? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കാൾ പ്രായം കൂടിയവർ, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരല്ല, ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി വല്ലാത്ത കാലഘട്ടത്തിനകത്ത് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ഉന്മേഷത്തോടെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. സ്തോത്രം. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് 36 അത്ഭുതങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ഒരു അത്ഭുതമാണ് ഇല്ലായ്മയുടെ അപ്പത്തെ യേശു കർത്താവ് വാഴ്ത്തു നോക്കി കൊടുക്കുക. സ്തോത്രം. ഇവിടുത്തെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഈ ഭാഗം ഒന്ന് വിശദീകരിച്ചാൽ മാത്രമേ ഈ ദൂതിന്റെ കണ്ടന്റിലേക്ക് നമുക്ക് വരാൻ കഴിയുള്ളൂ. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യേശു താൻ മരുഭൂമിക്കകത്ത് പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഈ ജനം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. സ്തോത്രം. ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ആകിയാൽ നമുക്ക് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് യേശു പറയുകയാണ്. സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ. ഇന്ന് പ്രഭാതത്തിലും ഞാൻ ആ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം സ്പർശിച്ചൊരു കാര്യം, ജസ്റ്റ് 3 ദിവസം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന മണിക്കൂറുകൾ മാത്രം യേശുവിന്റെ കൂടെ നിന്ന ഒരു ക്രൗഡ്, അവരുടെ ആവശ്യത്തിന്മേൽ യേശു പ്രവർത്തിച്ചെങ്കിൽ, അവരുടെ ആവശ്യത്തിന്മേൽ യേശു അത്ഭുതം ചെയ്തെങ്കിൽ, ഒരായുസ് മുഴുവനും അവരോട് കൂടെ നടക്കുന്നവർക്ക് വേണ്ടി യേശു എന്തോരം അത്ഭുതങ്ങൾ ചെയ്യുമായിരിക്കും അല്ലെ? സ്തോത്രം. ഒരു 3 ദിവസം കർത്താവിനോട് കൂടെ നടന്നവരുടെ മനസ്സറിഞ്ഞ് യേശു അവർക്ക് വേണ്ടി പ്രയത്നിക്കുക. കുഞ്ഞെ, നീ ചിന്തിക്കുന്നുണ്ടോ? നീ ഒരുപാട് കരഞ്ഞപ്പോ, നീ ഒത്തിരി പ്രാർത്ഥിച്ചപ്പോ, നീ ഒത്തിരി വിതയ്ക്കകത്തിരുന്നപ്പോ, കർത്താവ് ഇങ്ങനെ അസഹനീയപ്പെടുത്തിയപ്പോഴാ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതെന്ന് അല്ലവയല്ല. സ്തോത്രം. 3 ദിവസം യേശുവിനോട് കൂടെ നടന്ന ജനത്തിന്റെ മനസ്സ് 3 ദിവസം കൊണ്ട് യേശുവിനെ അറിയാൻ പറ്റിയെങ്കിൽ, കഴിഞ്ഞ ചില വർഷങ്ങളായി യേശുവിന്റെ പുറകെ നടക്കുന്ന, യേശുവിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് ആരാധിക്കുന്ന, അവന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ശരീരം വയ്യാതിരിക്കുമ്പോഴും കർത്തൃസന്നിധിയിൽ ഉപവസിക്കുന്ന മാതാവേ, പിതാവേ,
ദൈവത്തിന്റെ കുഞ്ഞെ, പരിശുദ്ധാത്മ പറയുന്നു നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ യേശു എന്തോരം അത്ഭുതങ്ങൾ ചെയ്യും. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. സ്തോത്രം. യേശു കർത്താവ് ഇവിടെ അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുക. ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. വേദപുസ്തകത്തിനകത്ത് 5 സ്ഥലങ്ങളിലാണ് പ്രധാനമായും യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തത്. നമ്മുടെ വിഷയം അപ്പം നുറുക്കലും അത്ഭുതം ഒന്നുമല്ല. നമ്മുടെ ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥലങ്ങളിലാണ് പ്രധാനമായും യേശു കർത്താവ് താൻ അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തത്. ഓരോ സ്ഥലങ്ങളിലും യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്ത സംഭവത്തെ സുവിശേഷകന്മാർ ഓരോ അർത്ഥത്തിലാണ് വിശദീകരിക്കുന്നത്. സ്തോത്രം. കണ്ടോ, ഞാനത് പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്തിന്റെ ഇരിപ്പും ആവേശമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പറ പാസ്റ്ററെ പറ, യേശു 5 സ്ഥലത്ത് വാഴ്ത്തി നുറുക്കി. യേശു 5 സ്ഥലങ്ങളിൽ എന്തൊക്കെയാ ചെയ്തത്? സ്തോത്രം. വളരെ തനതായ ഭാഷയിൽ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ വായിച്ച ഈ വാക്യത്തിനകത്ത് 8-ാമത്തെ അധ്യായത്തിൽ യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോ അതിന്റെ സ്തോത്രം 3-ാമത്തെ വാക്യം വായിക്കുന്നു, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ, 8:3, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും, അതുകൊണ്ട് നമുക്ക് അവർക്ക് അപ്പം കൊടുക്കണം. അപ്പോ യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തതിന്റെ 1-ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരുടെ തളർച്ചയൊന്ന് മാറ്റണം എന്ന് ചിന്തിച്ചാണ്. അവരുടെ തളർച്ചയൊന്ന് മാറ്റണം. സ്തോത്രം. ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുക, കർത്താവിൽ നിന്ന് ചിലത് നാം സ്വീകരിച്ചാൽ, ദൈവത്തിൽ നിന്നും ആ അപ്പം നുറുക്കുകൾ നമ്മൾ വാങ്ങി ഭക്ഷിച്ചാൽ ഉറപ്പാണ് നമ്മുടെ തളർച്ചകളെ കർത്താവ് മാറ്റും. സ്തോത്രം. പക്ഷേ ഏത് തളർച്ചയായി യേശു മാറ്റുന്നത്? 3 മേഖലകളിലുള്ള തളർച്ച കർത്താവ് മാറ്റും. ഒന്ന്, ശാരീരിക മണ്ഡലത്തിൽ അനുഭവിക്കുന്ന തളർച്ച കർത്താവ് മാറ്റും. 2, മാനസിക മേഖലകൾക്ക് അനുഭവിക്കുന്ന തളർച്ച യേശു മാറ്റും. 3, ആത്മമണ്ഡലത്തിൽ അനുഭവിക്കുന്ന തളർച്ച യേശു മാറ്റും. ശരീരത്തിനകത്ത് തളർച്ച അനുഭവിക്കുന്നവരുണ്ടോ? ഉറപ്പിച്ച് ഞാൻ പറയാം, ശരീരം കുഴഞ്ഞിരിക്കുന്നവർ നമ്മുടെ യോഗത്തിനകത്തുണ്ട്. ശരീരം അസ്വസ്ഥതയോടിരിക്കുന്നവർ നമ്മുടെ യോഗത്തിനകത്തുണ്ട്. അത് ഏതെങ്കിലും ഇതര രോഗങ്ങളായിരിക്കാം, നിങ്ങളുടെ ശരീരത്തെ എഫക്ട് ചെയ്ത ഏതെങ്കിലും സ്വാധീനങ്ങളായിരിക്കാം. ശാരീരിക മേഖലകളുടെ തളർച്ചകളെ യേശു അടിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. 2, മാനസിക മേഖലകളുടെ തളർച്ച യേശു അടിക്കും. ശരീരത്തിന്റെ തളർച്ചയെ രോഗമെന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ മാനസിക മേഖലകളുടെ തളർച്ചയെ ബൈബിൾ വിശേഷിപ്പിക്കുന്ന പേര് മനോവേദന എന്നാണ്, മനോഭാരം എന്നാണ്. സ്തോത്രം. എന്നാൽ ബൈബിൾ പറയുന്ന 3-ാമത്തെ തളർച്ച ആത്മാവിലുണ്ടാകുന്ന തളർച്ചയാണ്. സ്പിരിറ്റ് തളർന്നു പോകും. അപ്പം നമുക്ക് അഭിഷേകത്തിൽ കയറി വരാൻ പറ്റത്തില്ല, കൈയടിക്കാൻ കഴിയത്തില്ല. 1000 പാട്ടുകൾ തച്ച് നിന്ന് പാടിയാലും നമുക്ക് കൃപയ്ക്കകത്തേക്ക് കയറി വരാൻ കഴിയില്ല. നമ്മുടെ സ്പിരിറ്റ് തളർന്നിരിക്കുക. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ആത്മാവ് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ബൈബിളിനകത്തൊരു വാക്യം നിങ്ങൾക്ക് കേൾക്കണോ? മകൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അപ്പൻ പറയാ, ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അവൻ തന്റെ ആത്മാവ് സ്പിരിറ്റിനകത്ത് ഒരു ഡൗൺ ഉണ്ടായിട്ട് താൻ പറയുന്നു, ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സഹോദരങ്ങളെ, ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, മകൻ തിരിച്ചു വന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, യോസേഫ് മടങ്ങി വന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതേ അപ്പൻ പറയുന്നു, ബൈബിളിൽ കിടക്കുന്ന വാക്യം മലയാളത്തിൽ അത്രയും പെർഫെക്റ്റ് അല്ല, തന്റെ കാലുകൾ കട്ടിലെ കാലുകൾക്കകത്ത് ഉറപ്പിച്ച് താൻ എഴുന്നേറ്റ് നിന്നൊക്കെയാ മലയാളത്തിൽ കിടക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ കിടക്കുന്ന വാക്ക് യാക്കോബിന്റെ സ്പിരിറ്റ് റിവൈവ് ആയി എന്നാണ്, തന്റെ ആത്മാവിന് ചൈതന്യം കിട്ടി എന്നാണ്. സ്തോത്രം. അപ്പൊ തളർന്നു പോയ ആത്മാവ് എപ്പോ ശക്തി പ്രാപിച്ചെന്ന് ചോദിച്ചാൽ, മകന്റെ മടങ്ങി വരവിന്റെ വാർത്ത കേട്ടപ്പോൾ, മകൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, മകൻ രഥങ്ങളുമായി വന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അപ്പന്റെ ആത്മാവിന് ചൈതന്യം വന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ യോഗത്തിലിരിക്കുന്നതുകൊണ്ട് ഞാൻ വെളിപ്പാട് പറയാം, നമ്മുടെ കർത്താവ് മരിച്ചിട്ടില്ല, നമ്മുടെ കർത്താവ് രഥങ്ങളുമായി വരും. സ്തോത്രം. അവനെ കടിച്ചു കീറിയ ചെന്നായ്ക്കളുടെ നടുവിൽ അവൻ ഇനിയും ഒരു കുഞ്ഞാടായി വീണ്ടും ഇറങ്ങി വരുമ്പോ നമ്മുടെ ആത്മാവ് ചൈതന്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. സ്തോത്രം. അപ്പൊ തളർച്ച, സ്പിരിറ്റിന് തളർച്ച ഉണ്ടാകും. ഞാൻ ആ പദം ഒന്നുകൂടെ എടുത്തു പറയാം. എത്ര ശക്തനാണെങ്കിലും, എത്ര ഭക്തനാണെങ്കിലും, ബ്യൂട്ടിഫുൾ വേർഡ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര ശക്തനാണെങ്കിലും, എത്ര ഭക്തനാണെങ്കിലും അവന്റെ ആത്മാവ് തളരാൻ സാധ്യതയുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ തലമുറകൾ അഭിഷേകത്തിൽ ആത്മാവത്തിൽ ഏറ്റവും പുറകിലേക്ക് നിൽക്കുകയാണോ? അവർ ഏറ്റവും പുറകിലേക്ക് പിന്മാറി നിൽക്കുകയാണോ? ഈ വാക്യത്തിൽ വെച്ച് പറ, എന്റെ അപ്പായെ, നീ അവർക്കൊരു നല്ല അപ്പം കൊടുക്കുന്നതിനായി സ്തോത്രം. എന്റെ കൊച്ചിന് നിന്റെ കയ്യിൽ നിന്നും അപ്പം വാങ്ങി ഭക്ഷിച്ച് അവൻ ഇതാ മുൻനിരയിലേക്ക് വരുന്നതിനായി, അവന്റെ ആത്മാവൊന്ന് ചൈതന്യം പ്രാപിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യോഗത്തിനകത്ത് പോയി പങ്കെടുത്തു. മീറ്റിംഗ് കഴിഞ്ഞ വളരെ ധൃതിയിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഞാൻ
ട്രാവൽ ചെയ്തത് ബസ്സിനകത്താണ്. സോ എനിക്ക് അന്ന് നൈറ്റ് വേഗത്തിൽ ബസ് പിടിക്കണം, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരണം. യോഗം കഴിഞ്ഞ് വളരെ ധൃതിയിൽ ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ആ ചർച്ചിനകത്തുള്ള ഒരു ബ്രദർ ഓടി എന്റെ അടുക്കൽ വന്നു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദർ പ്ലീസ്, ഞാൻ എന്റെ ഫോൺ നമ്പർ തരാം, നിങ്ങൾ ഫോണിലൂടെ വിളിച്ചത് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നോ എനിക്ക് പാസ്റ്ററോട് അത് നേരിട്ട് പറയണം. ഞാൻ പറഞ്ഞു, എക്സ്ട്രീംലി സോറി, എന്റെ ബസ്സിന്റെ സമയമായി, ഞാൻ നിങ്ങൾ പൊക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ നിങ്ങളെ കൊട്ടാരക്കര വരെ കൊണ്ടാക്കാം, പക്ഷെ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കാതെ പോകരുത്. ഞാൻ പറഞ്ഞു, ഓട്ടെ, അങ്ങനെയൊക്കെ ഒരു ബ്രദർ പറയാനുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ടെസ്റ്റ് മണി? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇന്നേക്ക് 4 മാസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ ഒരു സ്ഥലത്ത് വന്ന് കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. സ്തോത്രം. ആ മെസ്സേജിനിടയിൽ ഈ ആത്മ സംബന്ധിച്ചുള്ള ഒരു വിഷയം പാസ്റ്റർ പ്രസംഗിച്ചു. മാത്രമല്ല നിങ്ങളുടെ സാക്ഷ്യം കൂടെ ആ കൂട്ടത്തിൽ നിങ്ങളൊന്ന് എടുത്തു പറഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ടെസ്റ്റ് മണി, മാതാവ് ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വാടിയുടെ ചുവട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ താൻ മുൻനിരയിലേക്ക് കയറി എന്നുള്ളൊരു വാക്ക് ആ ടെസ്റ്റ് മണിയുടെ ഇടയിലുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നൊന്നും എനിക്കറിയില്ല പാസ്റ്റർ, ഞാൻ അതുവരെയും ഞാൻ പെന്തക്കോസിൽ ജനിച്ചയാളാണ്, ഞാൻ പെന്തക്കോസിൽ വളർന്നയാളാണ്, ഞാൻ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും എല്ലാം കേട്ട് മടുത്തുപോയ ഒരാളാണ്. സോ അതുകൊണ്ട് എന്റെ അഭിഷേകം ഏറ്റവും പുറകിലാണ്, ഞാൻ ഏറ്റവും പുറകിലത്തെ നിരയിലേ ഇരിക്കാറുമുള്ളൂ. ഞാൻ അങ്ങനെ ആരാധനയ്ക്ക് വരാറില്ല. ഇൻ കേസ് വന്നാലും ഞാൻ ഏറ്റവും പുറകിലിരിക്കും. പിന്നെ ഒരു ഗുണമുണ്ട്, ഏറ്റവും താമസിച്ച് ഞാൻ വന്നാലും പെട്ടെന്ന് ഞാൻ പോകും. സ്തോത്രം. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ ചർച്ചയിൽ അങ്ങനെ പലർക്കും ഒരു അഭിഷേകമുണ്ട്. അവര് താമസിച്ചേ വരത്തുള്ളൂ, താമസിച്ച് വന്നാലും ഇച്ചിരി നേരത്തെ അവർ പോകും. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും പുറകിലെ വരൂ, താമസിച്ചേ വരൂ, വന്നാലും ഞാൻ നേരത്തെ എന്ത് ചെയ്യും, പോകും. ആരോടും സംസാരിക്കാൻ നിൽക്കാറില്ല. പക്ഷെ നിങ്ങൾ ആ സാക്ഷ്യം, ഞാൻ ആ കൺവെൻഷനകത്ത് ഉണ്ടായിരുന്നു ദേവദാസനെ, ഞാൻ ഏറ്റവും പുറകിൽ നിരയിലായിരുന്നത്. പക്ഷെ നിങ്ങളുടെ മമ്മി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഏറ്റവും മുൻനിരയിൽ വന്നു എന്നുള്ള സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കറിയില്ല, എന്റെ ആത്മാവിൽ ആരോ തൊടുന്നത് പോലെ എനിക്ക് മനസ്സിലായി. പാസ്റ്ററിനെ കണ്ടിട്ടില്ല, പാസ്റ്ററിന്റെ കരം എന്റെ മേൽ വെച്ചിട്ടില്ല. പക്ഷെ ആ വാക്ക് കേട്ടപ്പോൾ പാസ്റ്റർ, ഞാൻ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഏറ്റവും ഫ്രണ്ടിലത്തെ നിരയിൽ, ഏറ്റവും ഫ്രണ്ടിലത്തെ റോയിൽ ആ പ്രസംഗ മധ്യേ ഞാൻ വന്നിരുന്നു. പാസ്റ്റർക്ക് അറിയാമോ, കഴിഞ്ഞ 4 മാസങ്ങളായി എന്റെ ചർച്ചയിൽ എപ്പോ യോഗം വന്നാലും ഞാൻ ഏറ്റവും മുൻനിരയിലാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങളുടെ ചർച്ചിന്റെ പാസ്റ്റർ എന്റെ ആത്മാവിന്റെ നിലവാരം കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് ചെറിയ അവസരങ്ങൾ തരാൻ തുടങ്ങി. പാട്ട് പാടാൻ, ചെറിയ പ്രബോധനത്തിന്. ഇന്ന് എന്റെ ചർച്ചിന്റെ വർഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മനുഷ്യന്റെ വാക്കുകൾക്ക് ശക്തിയില്ല, പക്ഷെ യേശുവിന്റെ ആത്മസാന്നിധ്യത്തിന് ഒരു ഭയങ്കര കൃപ വാഴുന്നുണ്ട്. പുറകിലേക്ക് നിന്നവർ പിൻനിരയിൽ മാറിപ്പോയവരെ മുൻനിരയിൽ കൊണ്ടുവരുന്ന ആത്മാവിൽ സംഭവിച്ച തളർച്ചകളെ കർത്താവ് എടുത്തു മാറ്റും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ തലമുറയുടെ പേര് പറഞ്ഞിട്ട് പറ. ഒരു യൗവനക്കാരന് വേണ്ടി മാത്രമല്ല ദൈവത്തിന് ഇത് ചെയ്യാൻ പറ്റുന്നത്, ചിലരെ മുൻനിരയിലേക്ക് അഭിഷേകത്തിന്റെ തളർച്ചകളെ ദൈവം മാറ്റുന്നതിനാൽ ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുക. അപ്പൊ ഒന്നാമത് യേശു അപ്പം വാട്ടി നുറുക്കി കൊടുത്തത് തളർച്ചകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് യേശു എവിടെയാണ് അപ്പം വാട്ടി നുറുക്കി കൊടുത്തത്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മത്തായി 14ന്റെ 19 വാക്യം നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുക. മത്തായി 14ന്റെ 19 വാക്യത്തിൽ അവിടെ കിടക്കുന്നത്, അവർക്ക് തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തത്. അവർക്ക് തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തത്. അപ്പോ തളർച്ച മാറണമെങ്കിൽ യേശുവിന്റെ കയ്യിൽ നിന്നും അപ്പം വേണം. 2, മത്തായി പറയുന്നു തൃപ്തി കിട്ടണമെങ്കിൽ അപ്പം വേണം. എന്റെ ചോദ്യം, എങ്ങനെയാ പാസ്റ്ററെ തൃപ്തി കിട്ടുന്നത്? സ്തോത്രം. 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളതുണ്ടെങ്കിൽ തൃപ്തി കിട്ടുമോ? തൃപ്തി കിട്ടില്ല. 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളതുണ്ടെങ്കിലും തൃപ്തി കിട്ടത്തില്ല. തൃപ്തി കിട്ടണമെങ്കിൽ കർത്താവ് കരിയണം. കരമൊന്ന് ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറയാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. തൃപ്തി കിട്ടണമെങ്കിൽ കർത്താവ് കരിയണം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുന്തിരിവള്ളി എന്ത് ചെയ്തില്ല? തളുത്തില്ല. അത്തിവൃക്ഷം എന്ത് ചെയ്തില്ല? ഫലം കായ്ച്ചില്ല. ഇപ്പോഴും കന്നുകാലികൾ അവിടെ തന്നെ കിടക്കുക, ഉടുപ്പ് ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? കുളിരു മാറുന്നില്ല. എന്നിട്ടും ആ മനുഷ്യൻ പറയുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സ്തോത്രം. അപ്പൊ എന്റെ ആനന്ദത്തിന്റെ കാര്യം 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് കൊണ്ടല്ല, പകരം ദൈവത്തിന്റെ തൃപ്തി എന്റെ മേൽ വെളിപ്പെട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ആനന്ദിക്കാൻ കഴിയുക. അപ്പൊ 1, അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തത് തളർച്ച മാറ്റാനാണെങ്കിൽ, 2, തൃപ്തി കിട്ടാനാണ്. എന്നാൽ മത്തായി 26ന്റെ 26 യോഹന്നാൻ 6ന്റെ 9 കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ അവിടെ അപ്പം നുറുക്കി കൊടുത്തത് ജീവൻ കിട്ടാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം. അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നത് ജീവൻ അകത്ത് വ്യാപരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ലൂക്കോസ് 24ന്റെ 30 വാക്യം പഠിക്കുമ്പോൾ അവിടെയും യേശു അപ്പം വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നു. അത് ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ തർക്കിച്ചു വാദിച്ചു നടക്കുന്നു. യേശുവിനെ അവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആ പന്തിക്കകത്ത് ഇരിക്കുമ്പോൾ യേശു അപ്പം അവർക്ക് നുറുക്കി കൊടുക്കുന്നു. അടുത്ത വാക്യം, ഉടനെ അവരുടെ കണ്ണ്
തുറന്നു. അപ്പൊ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ യേശു ഇപ്പോൾ എന്ത് ചെയ്തത്? അപ്പം വാക്കി നുറുക്കി കൊടുത്തത്. എന്നാൽ യോഹന്നാൻ 21:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു തിബരിയാസിന്റെ കടൽക്കരയിൽ വീണ്ടും അപ്പം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ആമേൻ. ചുട്ട മീനും അപ്പവും യേശു അവർക്കിപ്പൊ കൊടുക്കുന്നത് യേശുവിന്റെ സ്നേഹം ഒന്ന് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്മാറ്റത്തിൽ പോയ, സ്തോത്രം, യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ, യേശുവിനെ നോക്കി പ്രാഗിയ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് യേശു ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? സ്തോത്രം, ഏമേ സ്തോത്രം. അവർ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾക്കുള്ള അപ്പവും ആമേൻ ആ മീനും ചുട്ട മീനും ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. സ്തോത്രം. ഇത് യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്താനുള്ള അപ്പമാണ്. 5 മേഖലകൾക്കകത്താണ് യേശു തന്റെ അപ്പം വാഴ്ത്തി നോക്കി കൊടുത്തത്. എനിക്കറിയാം, ഞാൻ ഈ 5 മേഖലകൾ പറയുമ്പോൾ എഴുതുന്ന ആ 1-2 സഹോദരങ്ങളെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് അത്രയും മെമ്മറി കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല മാസ്റ്ററെ, ഞങ്ങൾ മെമ്മറി ഭയങ്കര ഓക്കെയാ, മാസ്റ്റർ വെച്ച് പിടിച്ചോ, പുറകാരെ ഞങ്ങൾ വരുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 5 മേഖലകളിൽ യേശു അപ്പം വാഴ്ത്തി കൊടുക്കുമ്പോൾ നമ്മൾ വായിച്ച മർക്കോസിന് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ തളർച്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് യേശു അപ്പം വാഴ്ത്തി നോക്കി കൊടുക്കുന്നത്. സ്തോത്രം. ഈ പുസ്തകത്തെ, ഈ 8-ാമത്തെ അധ്യായത്തെ 2 തട്ടുകളായിട്ട് ഞാൻ തിരഞ്ഞിരിക്കാം, 2 വിഷയങ്ങളായിട്ട് ഞാൻ തിരഞ്ഞിരിക്കാം. ആദ്യത്തെ കുറെ സമയം വചനം തന്നെ സംസാരിച്ച് വിഷയത്തിലേക്ക് വന്ന് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ദൈവിക ശബ്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. 8-ാമത്തെ അധ്യായത്തിൽ 2 ഭാഗങ്ങൾ, 2 തട്ടുകളെ ഞാൻ തിരഞ്ഞിരിക്കാം. ഒന്ന്, സ്തോത്രം, അടയാളം ചോദിക്കുന്ന പരീക്ഷന്മാർ. എല്ലാവരും മനസ്സ് തുറന്നു പറഞ്ഞ്, അടയാളം ചോദിക്കുന്ന പരീക്ഷന്മാർ. അവർക്ക് സൈനുകൾ വേണം, അവർക്ക് എപ്പോഴും അടയാളങ്ങൾ വേണം. സ്തോത്രം. 11-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അനന്തരം പരീക്ഷന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നും ഒരു അടയാളം ചോദിക്കുക. അടയാളം ചോദിക്കുന്ന പരീക്ഷന്മാരെ നിങ്ങൾക്ക് കാണാം. എന്നാൽ മറുഭാഗം, ഈ 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ തട്ട് എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് അടയാളം കണ്ടിട്ടും ഗ്രഹിക്കാത്ത ശിഷ്യന്മാർ. സ്തോത്രം. യേശുവിന്റെ പുറകെ നടക്കാൻ 8-ാം അധ്യായത്തിൽ 2 കമ്മ്യൂണിറ്റി ആവുന്നത്. ഒന്ന്, അടയാളം മാത്രം ചോദിക്കുന്ന പരീക്ഷന്മാർ. അവർക്ക് എപ്പോഴും ഇങ്ങനെ സൈനുകൾ വേണം, അടയാളം വേണം. സ്തോത്രം. കർത്താവ്, നീ എന്താ അത് ചെയ്യാത്തെ? നീ എന്താ കർത്താവ് ഇത് ചെയ്യാത്തെ? ഇപ്പൊ എന്താ കർത്താവ് നീ വിഷയത്തിൽ ഇങ്ങനെ അത്ഭുതം ചെയ്യാത്തെ? ഇങ്ങനെ അടയാളം ചോദിക്കുന്ന പരീക്ഷന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ, 2-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടയാളം അവർ കണ്ടു, പക്ഷെ അവർക്ക് ചിലത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ചിലർക്ക് അവരത് മനസ്സിലാകുന്നില്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ച ഈ 16-17 വാക്യങ്ങൾ അതൊരു പാരഗ്രാഫാണ്. 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ ഒരു പാരഗ്രാഫാണ്. വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരിക. ഈ 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അതിനകത്ത് 3 സബ്ജക്റ്റുകളാണ് മറച്ചു വെച്ചിരിക്കുന്നത്. സ്തോത്രം. 3 സബ്ജക്റ്റുകളാണ് ഈ പാരഗ്രാഫിനകത്ത് മറച്ചു വെച്ചിരിക്കുന്നത്. ഐ റിപ്പീറ്റ്. 8-ാമത്തെ അധ്യായം 2 തട്ടുകൾ. അടയാളങ്ങൾ മാത്രം ചോദിക്കുന്ന പരീക്ഷന്മാർ, അടയാളം കണ്ടിട്ടും ചിലത് ഗ്രഹിക്കാത്ത ശിഷ്യന്മാർ. 14 മുതൽ 21 വരെയുള്ള വാക്യത്തെ, ആ പാരഗ്രാഫിനെ 3 തട്ടുകളായി, 3 വിഷയങ്ങളായി തരംതിരിക്കാം. അതിനകത്ത് 1-ാമത്തെ വിഷയം മുന്നറിയിപ്പ് നൽകുന്ന യേശു. ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. മുന്നറിയിപ്പ് നൽകുന്ന യേശു. യേശു എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എസ്പെഷ്യലി 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ അവരോട്, നോക്കുവിൻ, പരീക്ഷന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിന്റെ പുളിച്ച മാവും നോക്കുവിൻ, അല്ലെങ്കിൽ സൂക്ഷിക്കുവിൻ എന്ന് യേശു കൽപ്പിക്കുകയാണ്. അപ്പൊ യേശു ഇപ്പൊ ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പരീക്ഷന്മാരുടെ പുളിച്ച മാവ് എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം. അതൊരു മുന്നറിയിപ്പാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ മുന്നറിയിപ്പുകളുടെ ഒരു പാക്കേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ ഒരു മുന്നറിയിപ്പ് സംഭവിച്ചു. ആ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞത് എല്ലാം കഴിക്കാം, പക്ഷെ നടുവിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം മാത്രം എന്ത് ചെയ്യരുത്? കഴിക്കരുത്. മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് തിരസ്കരിക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഞാൻ ഈ ഉപദേശം പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങളുടെ മുഖം അത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആകുന്നില്ല. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഭയങ്കര കണ്ടന്റ് ആണ്, ഭയങ്കര തിക്കായ ഒരു സംഭവമാണ്. യേശു മുന്നറിയിപ്പ് നൽകുക, എല്ലാം തിന്നാ ഹവ്വായെ, എല്ലാം തിന്നാ മാതായെ, പക്ഷെ അത് മാത്രം എന്ത് ചെയ്യരുത്? അത് മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നവന് വാഗ്ദത്തങ്ങൾ കിട്ടുകയില്ല. എങ്ങനെയാ ഒരു മനുഷ്യൻ പ്രോമിസ് പ്രാപിക്കുന്നത്? മുന്നറിയിപ്പ് അനുസരിക്കുന്നവൻ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കത്തുള്ളൂ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുന്നറിയിപ്പോട് കൂടെ തുടങ്ങുന്നെങ്കിൽ സഹോദരങ്ങളെ, മലാക്കി പുസ്തകം വന്നു നിൽക്കുന്നത് ഒരു മുന്നറിയിപ്പോട് കൂടെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. സ്തോത്രം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടി കോടാലി വെച്ചിരിക്കുന്നു. ആരും ലെഫ്റ്റായി പോകല്ലേ, ആരും ലെഫ്റ്റായി പോകല്ലേ. സ്തോത്രം. അത് പ്രാർത്ഥനയോടെ കേൾക്കണമേ. എനിക്കറിയാം അത് അത്രയും സന്തോഷമുള്ള കാര്യമല്ല. നിങ്ങൾ ഇരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതെ, സ്തോത്രം. ഒന്ന്,
ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് മുന്നറിയിപ്പോട് കൂടെയാണ്. ആമേൻ. മലാക്കി പുസ്തകം വന്നു നിൽക്കുന്നത് ചൂള പോലെ കത്തുന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പഴയ നിയമത്തിൽ മൊത്തം മുന്നറിയിപ്പല്ലായിരുന്നോ? പുതിയ നിയമത്തിൽ വരുമ്പോഴെങ്കിലും വാക്തത്വം തുടങ്ങുമല്ലേ എന്ന് ഞാൻ ചിന്തിച്ച് പുതിയ പുസ്തകത്താളുകൾ എന്റെ സ്തോത്രം ചോദ്യങ്ങളെ ഞാൻ വായിച്ചാരംഭിക്കുമ്പോൾ അവിടെ കിടക്കുന്ന വാക്യം എന്താ പറയുമോ? യോഹന്നാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട പ്രസംഗം തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഭയങ്കര മുന്നറിയിപ്പോടാ പുള്ളിയുടെ പ്രസംഗം തുടങ്ങുന്നത് പോലെ. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്നും എനിക്കറിയാം. ഞാൻ ഇന്ന് രാവിലത്തെ പ്രസംഗം ആരംഭിച്ചത് ഭയങ്കര തന്മയത്വത്തോടെയാണ്. നിങ്ങൾക്ക് വേണ്ടി വന്ദനം പറഞ്ഞുകൊണ്ടും വളരെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം ആരംഭിച്ചത്. പക്ഷെ യോഹന്നാനെ നിങ്ങൾ പ്രസംഗിക്കാൻ വിളിക്കുന്നെങ്കിൽ പുള്ളി നമുക്ക് ഗ്രീറ്റിംഗ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. സർപ്പസന്തതികളെ, വരാനുള്ള കോപത്തിൽ നിന്ന് ഒഴിയിരിപ്പിൻ. മെസ്സേജിന്റെ രീതി എൻ്റർലി ഡിഫറൻറ്റാ. ഇട്ടിരിക്കുന്ന വസ്ത്രം ഭയങ്കര വ്യത്യസ്തമാണ്. സ്തോത്രം. കഴിക്കുന്ന ഭക്ഷണമോ അതിനേക്കാൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, അതാണ് യോഹന്നാൻ. മുന്നറിയിപ്പോടുകൂടെ തന്റെ പ്രസംഗം ആരംഭിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ഈ പുസ്തകത്തിന്റെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകമല്ലേ, അവിടെങ്കിലും മുന്നറിയിപ്പ് ഇല്ലായിരിക്കുമെന്ന് ചിന്തിച്ച് വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോ അവിടെ കിടക്കുകയാണ്, അശുദ്ധി ചെയ്യുന്നവൻ ഇനി എന്ത് ചെയ്യട്ടെ? അശുദ്ധി ചെയ്യട്ടെ. വിശുദ്ധിയുള്ളവൻ ഇനി എന്ത് ചെയ്യട്ടെ? മുന്നറിയിപ്പുകളാണ്. സ്തോത്രം. കണ്ടോ? മുന്നറിയിപ്പുകളുടെ പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിന്ത വരും, പാസ്റ്റർ, ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ എന്തോ സംഭവിക്കും? അത് പറയാൻ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. 2 ഉദാഹരണം പറയാം, അപ്പോൾ കുറെ കൂടെ മനസ്സിലാകും. കേരളത്തിൽ ഒരു വാഹനത്തിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. കേരളത്തിന്റെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. 80 ആണ് ഒരു വാഹനത്തിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റോഡ് സൈഡിലൊക്കെ ഗവൺമെന്റ് ഓൾറെഡി സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ സ്പീഡ് 80 ആണ്. അപ്പോ അത് ഒരു തിരസ്കരിച്ചുകൊണ്ട്, നാട്ടിൽ കുറെ ഫ്രീക്ക് പയ്യന്മാരുണ്ടല്ലോ, മുടിയൊക്കെ ഇങ്ങനെ മേളിലോട്ട് വെച്ച് കീറിയ പാൻറ്റുമായിട്ടൊക്കെ നടക്കുന്ന കുറെ ഫ്രീക്കന്മാർ. അവൻ ഇങ്ങനെ ബൈക്കിനകത്ത് പോകുമ്പോൾ അവർ ചിന്തിക്കുക, ആഹാ, എന്റെ ബൈക്ക്, ഞാൻ അടിച്ച പെട്രോള്, ഞാൻ കൊടുക്കുന്ന ടാക്സ്, എന്റെ കയ്യിൽ ഇരിക്കുന്ന ലൈസൻസ്, ഞാൻ 130 പോകുന്നുള്ളൂ എന്നൊരു പയ്യൻ വിചാരിച്ചാൽ എന്തായിരിക്കും? ഗവൺമെന്റ് പറഞ്ഞ മുന്നറിയിപ്പ് അവൻ തിരസ്കരിച്ചു. 80 എന്നുള്ളത് അവൻ 130 പോകാൻ തുടങ്ങി. എന്തായിരിക്കും അവന്റെ അവസ്ഥ? പ്രത്യേകിച്ച് അവസ്ഥയൊന്നുമില്ല. ആ മുന്നറിയിപ്പ് അവൻ തിരസ്കരിച്ചാൽ മൂക്കി 2 പഞ്ഞിയൊക്കെ വെച്ച് കാലൊക്കെ കൂട്ടിക്കെട്ടി പെട്ടിക്കകത്ത് കോട്ടിട്ട് കിടക്കാൻ പറ്റും. സ്തോത്രം. മുന്നറിയിപ്പ് തിരസ്കരിച്ചാൽ സൈഡ് എഫക്ട് ഭയങ്കരമായിരിക്കും. എന്റെ പൊന്ന് ജോണങ്ങളെ, ഒരു ഡോക്ടർ ഒരു രോഗിയോട് പറയുക, രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് ഒന്ന്, വൈകിട്ടൊന്ന്, 3 നേരം 3 ഗുളിക വീതം കഴിക്കണം. രോഗി ചിന്തിക്കുക, എന്തിനാ ഇത്ര മെനക്കെടുന്നത്? എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? സൗഖ്യമാകുമെന്ന് ചിന്തിച്ച് പുള്ളി രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ചു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല, സമയാരത്തിൽ പാടാൻ പറ്റും. സ്തോത്രം. മുന്നറിയിപ്പ്, ലോകത്തിലുള്ള ഒരു ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് തിരസ്കരിച്ചാൽ, ലോകത്തിലുള്ള ഒരു ഡോക്ടറിന്റെ മുന്നറിയിപ്പ് തിരസ്കരിച്ചാൽ സൈഡ് എഫക്ട് ഭയങ്കരമാകുമെങ്കിൽ, ഒറ്റ വാക്കിനാൽ ഭൂലോകത്തെ പടച്ചുണ്ടാക്കിയ പടച്ച തമ്പുരാന്റെ മുന്നറിയിപ്പ് തിരസ്കരിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. മുന്നറിയിപ്പുകൾ പ്രധാനപ്പെട്ടതാണ്. യേശു പറയുക, പരീക്ഷന്മാരുടെ പുളിച്ച മാവ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മുന്നറിയിപ്പാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. ഓക്കെ, ഈ പാരഗ്രാഫിന്റെ 1-ാമത്തെ വിഷയം മുന്നറിയിപ്പാണ്. വേദപുസ്തകത്തിൽ 4 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, മാനസാന്തരത്തിനുള്ള മുന്നറിയിപ്പ്. 2, ആത്മീയ അലസതകൾക്കെതിരെ മുന്നറിയിപ്പ്. സ്തോത്രം. 3, അന്ത്യകാല സംഭവങ്ങൾ സംഭവിച്ചുള്ള മുന്നറിയിപ്പ്. 4, ദുരുപദേശങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ്. ഇത് 4 ഞാൻ വിശദീകരിക്കാൻ നിന്നാൽ സമയം പോകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുന്നു. റിപ്പീറ്റ്. മാനസാന്തരത്തിനുള്ള മുന്നറിയിപ്പ്, ആത്മീയ അലസതകൾക്കെതിരെയുള്ള മുന്നറിയിപ്പ്, അന്ത്യകാല സംഭവങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ്. 4, ദൈവിക ഉപദേശങ്ങൾക്കെതിരെ ചലിക്കുന്ന ദുരുപദേശങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ്. ഇതാണ് വേദപുസ്തകത്തിന്റെ 4 മുന്നറിയിപ്പിന്റെ അറലം എന്ന് പറയുന്നത്. നിൽക്കട്ടെ, നമ്മുടെ 2-ാം വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ പാരഗ്രാഫിന്റെ 2-ാമത്തെ വിഷയം എന്ന് പറയുന്നത്, അവരെ ചിലത് ഗ്രഹിപ്പിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 20-ാമത്തെ വാക്യം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ടങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു എന്ന് 7 എന്ന് അവൻ അവരോട് പറഞ്ഞു. 21-ാമത്തെ വാക്യം, പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അത്ഭുതം കണ്ടതാണോ? അത്ഭുതം കണ്ടതാ. അടയാളം പ്രാപിച്ചതാണോ? അടയാളം പ്രാപിച്ചതാ. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ചിലത് ഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, മിറക്കൽ നമ്മളെപ്പോലെ കണ്ട വേറൊരു ഗ്രൂപ്പും ഇല്ല. ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശവുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർ ആ വിഷയത്തിൽ അന്ന് അത്ഭുതം പ്രാപിച്ചു. ശരി തന്നെയാണ്. പക്ഷെ മറ്റൊരു വിഷയം വന്നപ്പോൾ വീണ്ടും അവരുടെ മനസ്സ് പതറുക, വീണ്ടും അവരുടെ മനസ്സ് ശൂന്യമാകുക. എന്റെ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ യേശു അത്ഭുതം ചെയ്തില്ലേ? ഈ വിഷയത്തിലും യേശു അത്ഭുതം ചെയ്യാൻ
അവൻ സർവശക്തനായ ദൈവമാണ്. നീ എന്താ ചിലത് ഗ്രഹിക്കാത്തെ? അന്ന് ദൈവം നിന്നെ നടത്തിയില്ലേ? ഇന്നും ദൈവം നിന്നെ നടത്താൻ വിശ്വസ്തനാണ്. ചിലത് ഗ്രഹിക്ക്, മനസ്സിനകത്തേക്ക് അതങ്ങ് പേസ്റ്റ് ചെയ്ത് വെക്ക്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കണക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. 19 വാക്യം വായിക്കുമ്പോൾ യേശു ചോദിക്കുക, 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? അവര് കൃത്യമായിട്ട് ഉത്തരം പറയുക 12. യേശു പറഞ്ഞു 100 മാർക്കാണ്. എന്നിട്ട് യേശു ചോദിക്കുക, ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, എന്നാ ഈ 4000 പേർക്ക് നുറുക്കി കൊടുത്തപ്പോ എത്ര കൊടുത്ത് ശിഷ്യന്മാരെ എന്ന് ചോദിച്ചപ്പോൾ അവര് കൃത്യമായിട്ട് മറുപടി പറയുകയാണ്, ആമേൻ സ്തോത്രം, 7 നുറുക്കി കഷ്ണപ്പോൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്നവർ കൃത്യമായിട്ട് പറയാം. യേശു പറഞ്ഞു 100 മാർക്ക്. എന്നിട്ട് യേശു ചോദിക്കുക, ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലേ? ഇപ്പോഴും ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? കണ്ടോ, എല്ലാം അറിയാം. സ്തോത്രം. ഉൽപ്പത്തി തൊട്ടുള്ള വാക്യങ്ങളെല്ലാം കാണാതറിയാം. സ്തോത്രം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കണ്ടോ, അത് പറഞ്ഞപ്പോ തന്നെ വാക്യം അറിയാം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ കണ്ടോ, അത് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ചുണ്ടറങ്ങി. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് യഹോവയെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞ്, വാക്യമെല്ലാം കാണാതറിയാം. എന്നിട്ട് യേശു ചോദിക്കുക, ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലേ? ഈ വിഷയം വരുമ്പോൾ ഇപ്പോഴും ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? എല്ലാം നമുക്ക് കാണാതറിയാം. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഓർക്കുക. കണക്കുകളൊക്കെ ഭയങ്കര ഷാർപ്പാ. ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്, അവൻ ഓരോ പുസ്തകത്തിന്റെ വിഷയം എല്ലാം നമുക്കറിയാം. പ്രസംഗിക്കാൻ സമയം തരട്ടെ ബ്രദറെ, സൂപ്പറായിട്ട് പ്രസംഗിക്കും. പാടാൻ അവസരം തരട്ടെ സഹോദര, സൂപ്പറായിട്ട് പാടും. പക്ഷെ വിഷയം വരുമ്പോൾ ഡൗൺ ആവുക, വിഷയം വരുമ്പോൾ അത് തകർന്നു പോവുക. യേശു ചോദിക്കുക, ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലേ? കണക്കൊക്കെ കൃത്യമാണ്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ റലത്തെ ഇന്ന് രാവിലെ നമുക്ക് പൊട്ടിക്കണം. സ്തോത്രം. അകത്ത് റെവലേഷൻ ഉണ്ടായിട്ടും അകത്ത് ബലമുണ്ടായിട്ടും വിഷയം വരുമ്പോൾ അതിനെ മറച്ചു വെക്കുന്ന സ്വാധീനം. യേശു പറയാം, ബുദ്ധി ഒന്ന് തുറക്ക്, ഒന്ന് ഗ്രഹിക്കുന്നീയ. കുറെ നാളായില്ലേ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ ഞാൻ ആരാന്ന്? അവര് പറയാ, അപ്പം ഇല്ലാത്തോണ്ടാണോ? യേശു പറഞ്ഞ, അപ്പം ഇല്ലാത്തോണ്ടല്ല. അതാണെങ്കിൽ ഇല്ലായ്മയുടെ അപ്പത്തിൽ ഞാൻ എങ്ങനെ ഇത്രയും മുറുക്കി കൊടുത്ത് 5 മേഖലകളിൽ ഞാൻ എങ്ങനെ തളച്ചു മാറ്റി ജീവൻ തന്ന് തൃപ്തമാക്കി സ്നേഹം വെളിപ്പെടുത്തി 5 മേഖലകളിൽ ഞാൻ എങ്ങനെ നിങ്ങളെ നടത്തി? ഇപ്പോഴും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കർത്താവിനോട് പറ, അപ്പ എന്റെ മനസ്സൊന്ന് തുറക്കട്ടെ. ഒരു നിമിഷം ദൈവത്തോട് പറയാമോ? അപ്പ എന്റെ ഹൃദയം ഒന്ന് തുറക്കട്ടെ, എന്നൊന്ന് ഗ്രഹിപ്പിക്കപ്പാ. ഈ വിഷയത്തിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതിന്റെ കണ്ണു തുറന്ന് നീ കാണും. നീ ഒന്ന് ഗ്രഹിക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ക്ഷയമെടുക്കുക. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ തമ്പുരാൻ നമ്മളോട് പറയുക, ഒന്ന് മനസ്സിലാക്ക്. ദൈവത്തിന്റെ വല്ലഭത്വം ഒന്ന് മനസ്സിലാക്ക്. അവന്റെ കൈയുടെ ബലം ഒന്ന് മനസ്സിലാക്ക്. ഇത് പാടാനും പ്രസംഗിക്കാനും മാത്രമാണ് ദൈവം നമ്മളെ വിളിച്ചത്. വിഷയം വരുമ്പോൾ അത് മനസ്സിലാക്കി ശിഷ്യന്മാരെ. പടകിനകത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അകത്ത് ആ റെവലേഷൻ ഇങ്ങനെ പൊന്തി നിറഞ്ഞു വരണം. സ്തോത്രം. ആരും കൂടെ 5000 പേരുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഓക്കെയാണ്. സ്തോത്രം. ഞങ്ങൾ കൊട്ടാരക്കരക്കാർ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളും പറയുന്നത് എന്റെ ചിന്ത. സ്തോത്രം. കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും നമുക്ക് എളുപ്പമാണ്. സ്തോത്രം. ഒരു പ്രശ്നവും ഒറ്റയ്ക്കാകത്തില്ലേ? ഒരു പടകിൽ ഒറ്റയ്ക്ക് പോകത്തില്ലേ ബ്രദറെ? കാറ്റും കോളും തിരമാലകളും എല്ലാം ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്. യേശു പറയാം, അപ്പം ഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. അന്ന് ഞാൻ അവിടെ ചെയ്തത് ഇപ്പൊ ഒന്ന് ഓർക്ക്. അതല്ല ഈ പറയുന്നത്, അതിനെക്കുറിച്ചല്ല. ഗ്രഹിക്കുക. അകത്തെ ആ ജ്ഞാനം ഒന്ന് തുറക്കട്ടെ. കുറെ നാൾ കൊണ്ട് സൺഡേ സ്കൂൾ പഠിച്ചത്, ഇത്രയും യോഗത്തിൽ പ്രസംഗം കേട്ടത്, ഇത്രയും നാൾ ആത്മീയ ശുശ്രൂഷയിൽ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി യേശു പറയുക. അപ്പൊ 1 മുന്നറിയിപ്പ് നൽകുന്ന യേശു, 2 ചിലത് ഗ്രഹിപ്പിക്കുന്ന യേശു. എന്നാൽ 3ാമത്തെ വിഷയത്തിലേക്കാ നിങ്ങൾക്ക് വേണ്ടി പറയാനും നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാനും കർത്താവ് എനിക്ക് കുറെ കൂടെ നിയോഗം നൽകുന്നത് 3ാമത്തെ വിഷയം സംബന്ധിച്ചുള്ളതാണ്. അതാണ് 16ാമത്തെ വാക്യത്തിന്റെ നമ്മുടെ കുറിവാക്യം. ഇനി ആ വാക്യം ഒന്ന് നിർത്തി വായിക്കാമോ? 16, 17 വാക്യങ്ങൾ. റൈറ്റ്. നമുക്ക് അപ്പമില്ലായികയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പമില്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? അത്ര നിൽക്കണം. താങ്ക് യു. 1 മുന്നറിയിപ്പ് നൽകുന്ന യേശു, 2 അവരെ ചിലത് ഗ്രഹിപ്പിക്കുന്ന യേശു, പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യേശു, 3 അറിയുന്ന യേശു. സ്തോത്രം. 3ാമത്തെ വിഷയം നിങ്ങളോട് സംസാരിക്കാനാണ് കുറെ കൂടെ എനിക്ക് നിയോഗം കിട്ടിയിരിക്കുന്നത്. അറിയുന്ന യേശു. ദൈവം യേശു ചിലത് അറിയുന്നുണ്ട്, യേശു ചിലത് അറിയുന്നുണ്ട്. അവർ ഇത് തമ്മിൽ പറഞ്ഞ വിഷയമാ, പക്ഷെ യേശു അതിനെ അറിയുകയാണ്. അങ്ങനാണെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ നിന്ന് അടർത്തിയെടുത്ത ആ പോർഷൻ മാത്രം നമ്മളോട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. യേശുവിനോട് അവരത് പറഞ്ഞില്ല, അവരത് തമ്മിൽ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ, പക്ഷെ യേശു അത് അറിഞ്ഞു. അങ്ങനാണെങ്കിൽ എന്റെ ചോദ്യം, ഞാൻ മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യുന്ന എന്റെ ഭാരത്തെയും ആരറിയുന്നുണ്ട്? യേശു അറിയുന്നുണ്ട്. തീരട്ടെ. ഞാൻ എന്നോട് തന്നെ പറയുന്ന വിഷയം ആരറിയുന്നുണ്ട്?
യേശു അറിയുന്നുണ്ട്. അവൻ സകല ഉള്ളങ്ങളെയും അറിയുന്ന ദൈവമാണ്. സ്തോത്രം. എന്റെ കർത്താവിന് ക്വാളിറ്റികൾ ഒത്തിരിയുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റികൾ ഒന്നാണ് യേശു ചിലത് അറിയുന്ന കർത്താവാണ്. വേദപുസ്തകത്തിനകത്ത് 8 മേഖലകൾക്കകത്ത് ദൈവം അറിഞ്ഞ കാര്യങ്ങളും അത് നമ്മുടെ വിഷയമായി കണക്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വാഗ്ദത്തത്തിന്റെ മഷിക ഭൂമിയിൽ വന്ന് പിറന്നു വീണു. ആമേൻ. 3 പേർ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നു. ശ്രദ്ധിച്ചു നോക്കിക്കേ. ആമേൻ. പൊന്ന്, മൂര്, കുന്തിരിക്കം 3 മേഖലകളുമായി ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ കാണാൻ വേണ്ടി അവർ വരികയാണ്. സ്തോത്രം. യേശുവിന്റെ സന്നിധാനത്തിൽ ഇവർ അത് കൊണ്ടുവന്ന് അർപ്പിച്ചു. പക്ഷേ ഇപ്പോൾ വരുന്നത് ഹെരോദ മണ്ഡലത്തിന്റെ കൊട്ടാരത്തിൽ നിന്നാണ്. അവിടെ നിന്നും ആമേൻ സ്തോത്രം യേശുവിനെ അന്വേഷിച്ച് ഹെരോദ മണ്ഡലം പുറപ്പെടുന്നുണ്ടെന്ന് ഈ 3 വിദ്വാൻമാർക്കറിയാം. പക്ഷേ ഇവർ ഈ കാര്യം യേശുവിന്റെ അമ്മയായ മറിയോടോ യോസെഫിനോടോ ഇവർ ഇത് പറഞ്ഞില്ല. ഹെരോദ മണ്ഡലം എഴുന്നേൽക്കുന്നുണ്ട്, യേശുവിനെ നശിപ്പിക്കാൻ വരുന്നുണ്ട് എന്ന് 3 വിദ്വാൻമാർ പറഞ്ഞിട്ടില്ല. അവർ മൂരും പൊന്നും കുന്തിരിക്കവും കാഴ്ചവെച്ചിട്ടും ആരാധന കഴിഞ്ഞ് ആമീൻ പറഞ്ഞ് 3 വിദ്വാൻമാർ തിരിച്ചുപോയി. അന്ന് രാത്രി യോസെഫ് കിടന്നുറങ്ങുമ്പോ യോസെഫിന്റെ സ്വപ്നത്തിൽ ഒരു അറിവ് കിട്ടി. എന്താണെന്നറിയാമോ? ഹെരോദ മണ്ഡലം എഴുന്നേൽക്കുന്നുണ്ട്, അമ്മയായ മറിയനെ കുഞ്ഞിനെയും കൂട്ടി വേഗത്തിൽ ഇവിടുന്ന് ഓടിപ്പോക്കുള്ള. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ഹെരോദ മണ്ഡലം എഴുന്നേറ്റ കാര്യം വിദ്വാൻമാർക്കറിയാം. പക്ഷെ ആ അറിഞ്ഞ കാര്യം അവർ ഇവരോട് പങ്കുവെച്ചില്ല എന്ന് വരികിലും ആമൻ സകലതും അറിയുന്ന പിതാവ് ഇതാ യോസെഫിനോട് ചിലത് സംസാരിക്കുക. ഇന്ന് രാവിലെ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, കർത്താവിന് ചിലത് അറിയാം കേട്ടോ, ദൈവത്തിന് ചിലത് ഗ്രഹിക്കുന്നുണ്ട്. ആമൻ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് അവ എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ തന്നെ അതിനെതിരെ ചലിക്കുന്ന അപകടങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവ് ചിലരോട് പറയുന്നു, ഗെറ്റ് അപ്പ്, റൈസ്, എഴുന്നേൽക്കുക, നീ പുറപ്പെടാൻ നേരമായി, നീ പുറപ്പെടാൻ സമയമായി. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു 8 കാര്യങ്ങളെയാണ് പ്രധാനമായും ദൈവം അറിഞ്ഞു എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു അറിഞ്ഞ ഒന്നാമത്തെ കാര്യം, ഇതിനകത്തിരിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ദൂതാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശു അത് അറിഞ്ഞിട്ട്, നിങ്ങൾക്ക് ആ വാക്യം കിട്ടിയോ? യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. ആമേൻ. യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. ഇവിടെ എന്താണ് യേശു അറിഞ്ഞത്? വാഗ്ദത്തത്തിന്റെ സമയം എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ നശിപ്പിക്കാൻ വരുന്ന അധികാര സംവിധാനങ്ങളെ യേശു അറിയാൻ തുടങ്ങി. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന നമ്മളോട് പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ പ്രോമിസുകൾക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് നമുക്കെതിരെ ചലിക്കുന്ന ചില പൈശാചികത്തിന്റെ ഗൂഢാലോചനകളെ യേശു അറിയുന്നുണ്ട്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്തിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നു, ആ കൃപയ്ക്കകത്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ കർത്താവ് നമ്മൾക്കെതിരെ ചലിക്കുന്ന ചില ഗൂഢാലോചനകളെ അറിഞ്ഞിട്ട് അവയ്ക്കെതിരെയുള്ള ആമേൻ ആയുധങ്ങളെ യേശു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അവർ നശിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചതേ ഉള്ളൂ, ജസ്റ്റ് അവർ തോട്ട് മൈൻഡിനകത്ത് ചിന്ത കയറിയതേ ഉള്ളൂ. പക്ഷെ യേശു ഇവിടെ നിന്നുകൊണ്ട് അത് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊരു കൃപാവരമാണ്. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് പിശാച് അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചിലത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനത്തിന്റെ അഭിഷേകം ദൈവം നമ്മളെ ശിരസിനകത്ത് പകരാൻ, പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്തിരിക്കുന്ന മമ്മിയെ, പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്തിരിക്കുന്ന അങ്കളെ, ആന്റി, സഹോദര, കുഞ്ഞെ, പരിശുദ്ധാത്മ പറയുന്നു, ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ഈ കൃപാവരത്തിന് വേണ്ടി കൊതിക്കുക. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. പൈശാചിക മണ്ഡലങ്ങൾ നമ്മുടെ പ്രോമിസുകൾ എത്തുന്നതിനേക്കാൾ മുമ്പ് ക്രൂശിക്കപ്പെടാൻ തന്നെയാണ് യേശു വന്നത്, തന്റെ ശരീരം തകർക്കാൻ തന്നെ യേശു വന്നേ. പക്ഷെ സമയത്തിന് മുൻപേ തനിക്കെതിരെ ആലോചിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ യേശു അറിയാൻ തുടങ്ങി. വാഗ്ദത്തം കാണുന്നതിനേക്കാൾ മുമ്പ് നിന്നെ ഉടച്ചു കളയാൻ, പ്രോമിസ് എത്തുന്നതിനേക്കാൾ മുമ്പ് നിന്നെ തകർത്തു വാരാൻ പൈശാചിക ശക്തികൾ നടത്തുന്ന ഗൂഢാലോചനകളെ അറിയുന്ന യേശു അതിനെതിരെ തന്റെ മഹത്വത്തിന്റെ കരം ചലിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. അപ്പോ ഒന്ന്, വാഗ്ദത്തത്തിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് നാശം സംഭവിക്കുന്ന മേഖലകളെ യേശു അറിയുന്ന ദൈവമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. അതേ മത്തായിയുടെ സുവിശേഷം തന്നെ 22-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു എന്നാണ് കിടക്കുന്നത്. രണ്ടാമത് യേശു എന്തറിഞ്ഞു? അവരുടെ ദുഷ്ടത അറിഞ്ഞു. എന്താ ഇവരുടെ ദുഷ്ടത എന്നറിയാമോ? 16 മുതലുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ?
തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോട് കൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. നിങ്ങൾക്ക് ആ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു കണ്ടന്റ്, ഒരു സത്ത നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അവന്റെ അടുക്കൽ വന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ ചോദിക്കുന്നത് ഗുരു എന്ന് വിളിച്ചുകൊണ്ടാണ്. നല്ല വാക്കാണ്. ഗുരു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഭാഷയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് വേർഡാണ്. സാർ, ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയിൽ റെസ്പെക്റ്റ് ആയിട്ട് എന്റെ അടുക്കൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് മാനുഷിക തലത്തിൽ 16-ാമത്തെ വാക്യത്തിൽ മനസ്സിലാകുന്നത്. പക്ഷെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. ആ സ്നേഹത്തിന്റെ ഭാഷയിൽ മറഞ്ഞിരിക്കുന്ന ദുഷ്ടത യേശു അറിഞ്ഞു. ആ കപടഭക്തിക്കകത്ത് മറഞ്ഞിരിക്കുന്ന സ്പിരിറ്റിനെ യേശു അറിഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, സ്നേഹത്തിന്റെ ഭാഷയിൽ നിന്റെ അടുക്കൽ വരുന്ന, റെസ്പെക്റ്റായി നിന്റെ അടുക്കൽ വരുന്ന, ഒത്തിരി ബഹുമാനത്തോടെ നിന്റെ അടുക്കൽ വന്ന് വാക്കിനാൽ നിന്നെ കുടുക്കാൻ ശ്രമിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ നീ അറിഞ്ഞിരിക്കണം. മനസ്സിലാക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം പറയുന്നു. എന്റെ സഹോദരങ്ങളെ, വരുന്നത് തനതായ ഭാഷയില്ല, വരുന്നത് സ്നേഹത്തിന്റെ ഭാഷയില്ല. പക്ഷെ ആ മേഖലക്കകത്ത് വാഴുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വിവേചനത്തിന്റെ കാലമാണ്. ആ അഭിഷേകം നമ്മുടെ ശിരസിലില്ലെങ്കിൽ നിനക്ക് കൈ തരുന്നത് ആരാണ്? നിന്നോട് സ്തോത്രം പറയുന്നത് ആരാണ്? നിന്നെ ചതിക്കുഴിക്കകത്ത് തകർത്ത് വാരാൻ ശ്രമിക്കുന്നത് ആരാന്ന് മനസ്സിലാക്കാൻ ഒരു കൃപ നമ്മുടെ അകത്ത് വാടാനേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്തോ എനിക്കറിയില്ല മാമേ, ആരോടൊക്കെ പരിശുദ്ധാത്മ കൃത്യമായിട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. സ്നേഹത്തിന്റെ ഭാഷകളിൽ മറിഞ്ഞിരിക്കുന്ന കപടഭക്തികളെ നീ തിരിച്ചറിയുന്ന കാലങ്ങൾ ഈ കാലങ്ങളാണ്. അതിനെ നീ അറിയണം. യേശു അതറിഞ്ഞെങ്കിൽ യേശുവിന്റെ കുഞ്ഞായ ദൈവത്തിന്റെ മകനെ, ദൈവത്തിന്റെ മകളെ, നീയും അത് അറിയണം എന്ന് പരിശുദ്ധ പറയുക. കണ്ടോ, വന്നത് പാമ്പിന്റെ രൂപത്തിലാണ്. സ്തോത്രം. ആദാമിനോട് ഹവ്വായോട് ചോദിച്ചു, പറ, കർത്താവ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവര് പറഞ്ഞു, എല്ലാം തിന്നാം, അത് മാത്രം തിന്നരുത്. അപ്പൊ പാമ്പെന്ന് പറയുന്ന സാത്താൻ, കപടഭക്തി അല്ലെങ്കിൽ ആ സ്പിരിറ്റ്, സ്നേഹത്തിന്റെ ഭാഷയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മാ പറയാ, അങ്ങനൊന്നുമില്ല, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകത്തേ ഉള്ളൂ. സ്നേഹത്തിന്റെ ഭാഷയാണ്. മറിഞ്ഞിരിക്കുന്ന സ്പിരിറ്റുകളെ മനസ്സിലാക്കാൻ നമ്മുടെ അകത്ത് ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആകെ ഈ ഒരു മേഖലകളെ അറിയുന്ന യേശുവിനെയാണ് നിങ്ങൾക്ക് രണ്ടാമത് കാണാൻ കഴിയുന്നെങ്കിൽ അതേ ദൈവശക്തി ദൈവം നമ്മുടെ ശിരസിനകത്തും പകരട്ടെ. എന്നാൽ മൂന്നാമത് യേശു എന്താണ് അറിഞ്ഞത്? ഒന്ന്, വാക്തത്വത്തിനെതിരെ ചലിക്കുന്ന മേഖലകളെ യേശു അറിയാൻ തുടങ്ങി. രണ്ട്, സ്നേഹത്തിന്റെ ഭാഷയിൽ മറിഞ്ഞിരിക്കുന്ന കപടഭക്തികളെ യേശു അറിയാൻ തുടങ്ങി. മൂന്ന്, 26 അതേ മത്തായിയുടെ സുവിശേഷം 26 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂന്നാമത്തെ യേശുവിന്റെ അറിവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. 26 10-ാമത്തെ വാക്യം, യേശു അത് അറിഞ്ഞു. വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 26 10-ാമത്തെ വാക്യം. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് യേശു അതറിഞ്ഞു. ഇവിടെ എന്താണ് യേശു അറിഞ്ഞത്? നിങ്ങൾക്ക് 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽഭരണി എടുത്തെന്നും അവന്റെ അടുക്കൽ വന്നെന്നും അവൻ പന്തിയിലിരിക്കുമ്പോൾ അവന്റെ തലയിൽ ഒഴിച്ചു എന്നും 7-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. ശ്രദ്ധിച്ചു നോക്കണേ. 8-ാമത്തെ വാക്യം, ശിഷ്യന്മാർ അത് കണ്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലക്ക് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതും അവര് തമ്മിലായിരിക്കാം പറഞ്ഞത്. പക്ഷെ യേശു അത് അറിഞ്ഞു. യേശുവിനോട് അവരൊന്നും പറഞ്ഞില്ല. ഇവിടുത്തെ ഒരു ദൂതെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന വെൺകൽഭരണി, അവൾ എത്ര മാസങ്ങളുടെ അധ്വാനത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്കറിയാമോ? എത്ര നാളത്തെ താല്പര്യത്തിലാണ് അവൾ ഇത് പ്രിപ്പയർ ചെയ്തതെന്ന് അറിയാമോ? ഇത്രയും മാസങ്ങളുടെ അധ്വാനത്തിൽ അവൾ പ്രിപ്പയർ ചെയ്തത് യേശുവിന്റെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് ഉടച്ചിട്ടും ചിലര് അവൾക്കെതിരെ നിൽക്കുക, ചിലര് അവൾക്കെതിരെ നിന്നുകൊണ്ട് തമ്മിൽ ചിലത് സംസാരിക്കുമ്പോൾ യേശു അതിന് മറുപടി കൊടുക്കുക. യേശു അത് അറിഞ്ഞിട്ട് അവർക്ക് ഉത്തരം കൊടുക്കുക. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാ പറയുന്നു, മാസങ്ങളുടെ അധ്വാന നന്മകളെ ഒറ്റ വാക്കുകൊണ്ട് നിഷ്ഫലമാക്കാൻ ശ്രമിക്കുന്ന ശത്രുപാളയത്തിന്റെ വാക്കുകളെ യേശുവിനെ അറിയാം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കുറെ മാസമായി പാസ്റ്ററെ ഈ വിഷയത്തിന് വേണ്ടി കിടപടഞ്ഞ് അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി മാസത്തെ ഞങ്ങളുടെ പ്രിപ്പറേഷനാ, ഒത്തിരി നാളത്തെ ഞങ്ങളുടെ താല്പര്യമാ. അതിന് വിരോധമായി സംസാരിക്കുന്ന ശത്രുപാളയത്തിന്റെ വാക്കുകളെ യേശു ഇന്ന് രാവിലെ അറിഞ്ഞിട്ട് വെട്ടാൻ പോകുന്നെന്ന് പറഞ്ഞാൽ
വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ നീ അതറിഞ്ഞിട്ടില്ല, സ്തോത്രം, നീ അതറിഞ്ഞിട്ടില്ല, നീ സിൻസിയറായി ഇപ്പോഴും യേശുവിന്റെ പുറകെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷെ ആ ആരാധനയ്ക്ക് യോഗ്യനായവൻ അത് അറിഞ്ഞിട്ടുണ്ട്. നിനക്കെതിരെ സംസാരിക്കുന്ന സംസാരങ്ങൾ, നിന്റെ മാസങ്ങളുടെ അധ്വാനത്തെ ഒറ്റ വാക്കിൽ തകർത്തു മാറാൻ ശ്രമിക്കുന്ന ആ സ്വാധീനത്തെ യേശു അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവര് പറ, ചില മാസങ്ങളുടെ അധ്വാന നന്മകൾ എന്റെ കരത്തിനകത്തേക്ക് തന്നെ തിരിച്ചു വരും. ഞാൻ ഈ അധ്വാനിക്കുന്നത് വെറുതെയല്ല, യേശുവിന്റെ സന്നിധാനത്തിൽ ഞാൻ വന്നതും വെറുതെയല്ല. അതിനെതിരെ സംസാരിക്കുന്ന സകല വാക്കുകളെയും അടകപരം സ്മാരകസി ഹത്തനാദിയ ഇതിനകത്തിരിക്കുന്നവരുള്ള ദൈവിക പ്രവചന ശബ്ദമായിട്ട് ഞാൻ ആ വാക്ക് പറയുന്നു. ഒരു വിഷയത്തിന് വേണ്ടി ഒരു പ്രൊഫറ്റിക്കൽ ദൂത് ഒരു പൊതുവേദിക്കകത്ത് സംസാരിക്കേണ്ട ശബ്ദം ദൈവാത്മ പറയുന്നു. ഒരു വിഷയത്തിന് വേണ്ടി കഴിഞ്ഞ കുറെ മാസങ്ങളായി കടമടഞ്ഞ് അധ്വാനിച്ചിട്ട് കരത്തിനകത്ത് വരാത്ത ഒരു വിഷയം, എസ്പെഷ്യലി അത് ഈ തലമുറയുടെ ഭാവി സംബന്ധിച്ച് എഡ്യൂക്കേഷൻ, എക്സാമുകൾ, അരകസം, ധാരകക്ഷം, വനാതകക്ഷം, വേരകസ്യാവനാമന യാത്രകൾ, ഈ സംബന്ധിച്ച് കുറെ മാസങ്ങളായി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും അത് കരത്തിനകത്ത് വന്നു ചേരുന്നില്ല. വാക്കുകൾ കൊണ്ട് അതിനെ നിഷ്ഫലമാക്കാൻ ശ്രമിക്കുന്ന ചില സ്പിരിറ്റുകളെ യേശു ഇന്ന് രാവിലെ അറിയുന്നുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുന്നു. ഇതിനകത്തിരിക്കുന്ന ആരോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുറെ മാസമായി ഒരു കൃത്യ കണക്ക് കർത്താവിനോട് പറയുന്നു. കഴിഞ്ഞ 6 മാസത്തിൽ അധികമായിട്ട് ഒരു വിഷയത്തിന് വേണ്ടി തന്നെ കടമടഞ്ഞ് അധ്വാനിച്ചിട്ടും കരത്തിനകത്തത് വരാതെ, വന്നിട്ടും അത് പ്രയോജനപ്പെടുത്താതെ വാക്കുകൾ കൊണ്ട് അതിനെ തകർത്തു വാരുന്ന സ്പിരിറ്റ് ഇന്ന് രാവിലെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ നിന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറ, എന്റെ കൊച്ചിന്റെ അധ്വാന നന്മകൾ എന്റെ കരത്തിനകത്തേക്ക് വന്നു ചേരും. മാസങ്ങളുടെ പ്രിപ്പറേഷനിൽ ഞാൻ എടുത്തതിനെയെല്ലാം എന്റെ കരം ഞാൻ അനുഭവിക്കും. ഞാൻ എന്തിന് യേശുവിന്റെ അടുക്കൽ വന്നു, എന്തിന് ഈ വെൺകൽഫരണി ഞാൻ ഉടച്ചു, അതിനെ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്ന സ്പിരിറ്റിനെ യേശു അറിയുന്നെങ്കിൽ കർത്താവ് ഇന്ന് രാവിലെ അത് വെട്ടുമെന്ന് വിശ്വസിക്കുന്നവർ കരവും ശബ്ദവും ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലിയാട്ടെ. കർത്താവ് അത് അറിയുന്നുണ്ട്. സ്തോത്രം. 4ാമത് യേശു എന്താണ് അറിഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം 7ാമത്തെ അധ്യായം അതിന്റെ 39ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 7ാമത്തെ അധ്യായം അതിന്റെ 39ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവർ എന്നും അറിയുമായിരുന്നല്ലോ എന്ന് പറയുക. കണ്ടോ? അപ്പൊ യേശുവിന്റെ അറിവിനെ ചോദ്യം ചെയ്യുക. അവര് പറയുക, ഇവൻ പ്രവാചകനാണെങ്കിൽ ഇവനെ തൊടുന്ന സ്ത്രീ എങ്ങനെയുള്ളതാന്ന് ഇവൻ അറിയത്തില്ലേ എന്ന് ചോദിക്കുക. ഞാൻ ഇവിടെ യേശുവിന്റെ അറിവിന്റെ ഒരു 4ാമത്തെ തലം നിങ്ങൾക്ക് വേണ്ടി തുറക്കാം. ഇപ്പോൾ യേശുവിന്റെ അറിവിനെ ചോദ്യം ചെയ്യുക ഒരു ഗ്രൂപ്പ്. ഇവൻ കുറെ നാൾ കൊണ്ട് പറയുന്നല്ലോ ഇവനെല്ലാം അറിയാം, ഇവന് ചിലത് അറിയാമെന്ന് പറയുന്നല്ലോ. അങ്ങനാണെങ്കിൽ ഇപ്പോൾ ഈ തൊടുന്ന സ്ത്രീയെ എന്തുകൊണ്ട് ഇവൻ അറിഞ്ഞില്ല? എന്റെ സഹോദരങ്ങളെ, ഇവിടുത്തെ യേശുവിന്റെ അറിവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ സ്ത്രീയുടെ പ്രസന്റ് സ്റ്റേജ് ഇവർക്കറിയത്തുള്ളൂ. ഇപ്പോൾ ഈ സ്ത്രീയുടെ പ്രസന്റ് സ്റ്റേജ് ഈ പുരുഷാരത്തിന് അറിയത്തുള്ളൂ. ഇന്നലകളിൽ ഇവൾ ആരായിരുന്നു, ഇന്ന് ഇവൾ ആരാണ്, ഇത് മാത്രമേ ജനത്തിന് അറിയത്തുള്ളൂ. പക്ഷെ യേശുവിന്റെ അറിവിന്റെ ഒരു റലം അവിടെ കിടക്കുന്നത് അവർക്ക് ഇവളുടെ ഇന്നും ഇന്നലകളും മാത്രമേ അറിയത്തുള്ളെങ്കിൽ യേശുവിന് ഇവളുടെ നാളെകൾ അറിയാം. ഇവൾ നാളെ ആരായി മാറും, ഇവൾ നാളെ എന്തായി മാറും. സ്തോത്രം. യേശുവിന് അവനെ ചോദ്യം ചോദിക്കുക, നിനക്കറിയുന്നില്ലേ നിന്നെ തൊടുന്ന സ്ത്രീ ആരാണ്? യേശു പറഞ്ഞു, നിങ്ങളുടെ അറിവിനാണ് ലിമിറ്റേഷൻ ഉള്ളത്, എന്റെ അറിവിന് ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾക്ക് ഇവളുടെ ഇന്നലകളുടെ ചരിത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എന്റെ ആത്മ കണ്ടുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവളുടെ ഇന്നലകളും ഇന്നും മാത്രമല്ല, ഇവൾ നാളുകളിൽ ആരായി മാറും എന്ന് ഞാൻ അറിയാൻ പോകുകയാണ്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ഇന്നന്റെ സാഹചര്യം നോക്കി പലരുടെയും അറിവുകൾ കൊണ്ട് നമ്മളെ പരിമിതപ്പെടുത്തുമ്പോൾ യേശു നമ്മളെ നോക്കി ഇന്ന് മാത്രം പറയുന്നവനല്ല, ഇന്നലകൾ മാത്രം പറയുന്നവനല്ല, നാളെ ആരായി മാറും എന്ന് യേശുവിനെ അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഞാൻ നമ്മുടെ നാട്ടിനകത്ത് ഒരു യോഗം നടത്തി. സ്തോത്രം. നമ്മുടെ ഒരു ദൈവദാസൻ ഒരു യോഗം നടത്തി. അതിനകത്ത് ശക്തനായ ഒരു പ്രവാചകൻ വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ഒരുപക്ഷെ 2 ഗ്രൂപ്പ് പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ ദൈവദാസന്മാരെ കുറിച്ച്. സോ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. എങ്കിലും ശക്തനായ ഒരു പ്രവാചകനാണ്. ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഞങ്ങളുടെ ഓർഡറിനകത്ത് കിട്ടി. ഞങ്ങളുടെ ഒരു ദൈവദാസൻ അദ്ദേഹത്തിന് യോഗം ക്രമീകരിച്ചു. അദ്ദേഹം ആ മീറ്റിങ്ങിനകത്ത് വന്നപ്പോൾ തൊട്ട് എന്റെ മനസ്സിനകത്ത് ഭയങ്കര താല്പര്യം, അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് വേണ്ടി പേഴ്സണലി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. കാരണം അദ്ദേഹം ഒരു ശക്തനായ പ്രവാചകനാണല്ലോ. സ്തോത്രം. പക്ഷെ അന്നത്തെ മീറ്റിങ്ങിനകത്ത് ഭയങ്കര ക്രൗഡ് ആയിരുന്നു. ആ ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് ഓവർഫ്ലോ ആയിരുന്നു. സോ എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറ്റിയില്ല പേഴ്സണലി. മാത്രമല്ല യോഗം കഴിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം പോയി. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിപ്പിക്കാൻ പറ്റിയില്ല. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം അദ്ദേഹത്തിന്റെ ചർച്ചിൽ നടത്തുന്ന ഒരു ഗ്യാതറിംഗിൽ
നമ്മുടെ ഒരു ദൈവദാസനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പൊ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, മോൻ അന്ന് പ്രാർത്ഥിപ്പിക്കാൻ ആഗ്രഹിച്ചല്ലോ, അദ്ദേഹത്തിന്റെ ചർച്ചിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം, അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കാണാനും മീറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും അവസരം കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു റൈറ്റ്, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ആ ദൈവദാസന്റെ അടുക്കൽ ഒന്ന് ഒരു വാക്കിരുന്ന് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ നേരെ കയറിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണേജിലാണ്. അദ്ദേഹം ആ മീറ്റിംഗിന് ആ ദൈവദാസൻ ആ പേഴ്സണേജിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഞങ്ങൾ ആ ഹാളിനകത്ത് ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ ദൈവദാസനെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഗസ്റ്റ് പാസ്റ്ററിനെ വന്ദനം ചൊല്ലി. എന്നെ കുറിച്ച് അദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല, കൂടെ വന്നത് ആരാ ഒന്നും ചോദിക്കുന്നില്ല. കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ അന്ന് നിങ്ങളുടെ ഓടനാവട്ടത്തെ മീറ്റിംഗിൽ ഞാൻ വന്നപ്പോൾ ഞാൻ വളരെ ധൃതിയിലാണ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയത്. പക്ഷെ ഞാൻ മീറ്റിംഗിൽ വന്നപ്പോൾ മുതൽ സ്തോത്രം മനു എന്ന് പറയുന്ന ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് വലിയ നിയോഗം ഉണ്ടായിരുന്നു. പക്ഷെ സമയം കഴിയാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് യോഗം കഴിഞ്ഞ് ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ഈ ദൈവദാസൻ എന്നെ നോക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം എന്റെ ഒഫീഷ്യൽ നെയിം അഭിമന്യു എന്നാണ്, പക്ഷെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് മനു എന്നാണ്. സ്തോത്രം. അദ്ദേഹം അപ്പോഴും ഒന്നും പറയുന്നില്ല, കാരണം പേര് മാത്രമല്ലേ പറഞ്ഞോളൂ. അടുത്തത് എന്തെങ്കിലും വെളിപ്പെട്ട് വരികയാണെങ്കിൽ പറഞ്ഞാൽ പോലെ. പെട്ടെന്ന് ഈ ദിവസം പറഞ്ഞു, പക്ഷേ മനു എന്ന് മാത്രമല്ല, ആ മനു ബ്രദറിന്റെ വീടിനകത്ത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് വർക്ക് ചെയ്യുന്ന ആരോ ഉണ്ട്. അതാണ് ആ വിഷയത്തിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഈ ദിവസം വീണ്ടും എന്നെ നോക്കുന്നു. ആ സ്തോത്രം, എന്റെ അപ്പൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് ഈ ദൈവദാസൻ അറിയാം, പക്ഷെ പ്രവചിക്കുന്ന പ്രവാചകൻ ഇതറിയില്ല. പെട്ടെന്ന് അടുത്ത വാക്ക്, അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അവരുടെ വീടിന്റെ ടോപ്പിൽ ഷീറ്റ് ഇട്ടിട്ട് ഒരു പ്രാർത്ഥന കൂടാരം ഉണ്ട്. ഇത് ഇത്രയുമാണ് സൈൻ എന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നു. പെട്ടെന്ന് ഈ ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ ഈ ഇരിക്കുന്ന മോന്റെ പേര് അഭിമന്യു എന്നാണ്. പറഞ്ഞു അതല്ല, മനു എന്നൊരു പേരാ. അദ്ദേഹം പറഞ്ഞു അല്ല, ഇവന്റെ വിളിപ്പേര് മനു എന്നാണ്. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, മനു ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങൾ നിന്റേതാണോ? ഞാൻ പറഞ്ഞു റൈറ്റ് പാസ്റ്റർ. ഓ എന്റെ തമ്പുരാനെ, പിന്നെ അടുത്തൊരു 15 മിനിറ്റ് നാളുകളിൽ ഞാൻ എന്തായി മാറും? എന്റെ മിനിസ്ട്രികൾ എവിടെ എത്തും? സ്തോത്രം. എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ദൈവത്തിന്റെ ദാസന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ഒരു സ്പോട്ട് കത്താൻ തുടങ്ങിയപ്പോൾ എന്റെ ഇന്നിന്റെയും ഇന്നലകളെയും നാളുകളെയും ആ മനുഷ്യന് മനസ്സിലായെങ്കിൽ യേശു റിയലായി നിന്റെ ലൈഫിനകത്ത് ഇറങ്ങി വന്നാൽ, യേശുവിന്റെ പ്രസൻസിന്റെ അഭിഷേകം അങ്ങനെ തന്നെ നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, യേശു നിന്റെ ഇന്ന് മാത്രമല്ല മനസ്സിലാക്കുന്നത്, യേശുവിന്റെ നിന്റെ നാളുകൾ അറിയാം. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ പറയും, ആ സ്തോത്രം, ഇപ്പോൾ നാട്ടുകാർക്ക് എന്നെ ഇന്ന് മാത്രമേ അറിയത്തുള്ളൂ, പക്ഷെ നാളുകളിൽ ഞാൻ ആരായി മാറും എന്ന് പരിശുദ്ധാത്മാവിനെ അറിയാം. സ്തോത്രം. നമ്മുടെ മകൻ ഏബേലിനെ കുറിച്ച് എനിക്കറിയാം. ഇതൊരു ഫാമിലിയാണ് കേട്ടോ, ഞാൻ അതുകൊണ്ട് എത്രയോ ഓപ്പണായി സംസാരിക്കുന്നത്. ഏബേലിനെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പലരും പല രീതികളിലാണ് അഭിസംബോധന ചെയ്തത്. ഞാൻ ഇവിടെ നിന്ന് അതെല്ലാം ശ്രദ്ധിച്ചു. സ്തോത്രം. മകൻ എന്ന രീതിയിൽ തന്നെ അഭിസംബോധന ചെയ്തു. ഞാനും തന്നെ മകൻ എന്നാണ് വിളിച്ചത്. സ്തോത്രം. പിന്നെ ഞങ്ങളുടെ പയ്യൻ എന്ന് പറഞ്ഞവരുണ്ടായിരിക്കാം, ഞങ്ങളുടെ ചെറുക്കൻ എന്ന് പറഞ്ഞവരുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പല പേരുകൾ വിളിച്ച് ഏബേലിനെ അഭിസംബോധന ചെയ്യുമ്പോൾ, ഏബേലെ ഇതൊരു ഉദാഹരണം മാത്രമാണ്, പ്രവചനമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് ആത്മസാന്നിധ്യം നിന്നെ നോക്കുമ്പോൾ നിന്നെ ഒരു മകനായിട്ടല്ല, നിന്നെ ഒരു ബാലനായിട്ടല്ല, നിന്നെ ഒരു യൗവനക്കാരനായിട്ടല്ല, നാളുകളിൽ നീ ആരായി മാറുമെന്നുള്ള അഭിഷക്തനായിട്ടാണ് കർത്താവ് നിന്നെ കാണുന്നത്. യേശുവിന്റെ നിന്റെ നാളുകൾ അറിയാം. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിച്ചിട്ട് പറയും, നാട്ടുകാരെന്നെ നോക്കി കൊച്ചു പാസ്റ്റർ എന്ന് കളിയാക്കുമ്പോൾ യേശു എന്നെ നോക്കി ഇന്നത്തെ മേഖല നോക്കിയല്ല പറയുന്നത്, നാളുകളിൽ ഞാൻ ആരായി മാറും. യേശുവിന് അതറിയാം. യേശുവിന്റെ അറിവിന്റെ ഒരു എക്സ്ട്രീം ലെവലാണത്. വിശ്വസിക്കുന്നവർ പറ, നാളുകളിൽ ഞാൻ എന്തായി മാറും. അകത്ത് അഭിഷേകമുള്ളവർ ആവർത്തിച്ചു പറ, നാളുകളിൽ ഞാൻ ആരായി മാറും. നാളുകളിൽ ഞാൻ എവിടെ എത്തും? ഇന്നത്തെ നിന്റെ സാഹചര്യം ഓക്കെ അല്ല, ഇന്നത്തെ സാഹചര്യം ഭയങ്കര ഇടുക്കമുള്ളതാ, പക്ഷെ ദൈവാത്മാവ് ഇറങ്ങി പറയുന്നു, നാളുകൾ നീ എവിടെ എത്തുമെന്ന് നിന്റെ കണ്ണ് തുറന്ന് എന്ത് ചെയ്യണം? കണ്ടുകൊള്ളണം. അതുകൊണ്ടല്ലേ പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞത്, ഇപ്പോൾ നീ ശിമോനാണ്, ആടി ഉലയുന്നവനാ, പക്ഷെ നാളുകളിൽ നീ പാറക്കഷ്ണം പോലെ ഉറച്ചവരായി. പത്രോസ് പെട്രാസാക്കി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ മാറ്റും. നാളുകളിൽ നീ ആരായി മാറും. യേശുവിന്റെ അറിവിന്റെ 6ാമത്തെ തലത്തിലേക്ക് ഞാൻ വരുന്നു. യേശുവിന്റെ അറിവിന്റെ 6ാമത്തെ തലം നിങ്ങൾ കേൾക്കണോ? യോഹന്നാന്റെ സുവിശേഷം 1:48 തലങ്ങൾ പറയാമെന്നാ പറഞ്ഞ്. 6ാമത്തെ തലം യോഹന്നാൻ 1:48 വാക്യത്തിൽ യേശു കർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു നദിനയിൽ വരുന്നു. സ്തോത്രം. നദിനയിൽ വരുമ്പോൾ യേശു കർത്താവ് പെട്ടെന്ന് പറയാ, ആഹാ ആരിത്? സാക്ഷാൽ ഇസ്രായേലി, ഇവനിൽ കപടമില്ല. അവൻ തിരിച്ചു ചോദിക്കുക, അറിയാവോ എന്നെ അറിയാവോ? യേശു പറഞ്ഞു, കൊള്ളാം, എന്തൊരു ചോദ്യമാ. അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടതാ, അറിഞ്ഞതാ. സ്തോത്രം. യേശുവിന്റെ അറിവിന്റെ 6ാമത്തെ തലം കേൾക്കണോ? അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ തന്നെ അറിഞ്ഞതാന്ന് പറഞ്ഞാൽ ഈ ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു യഹൂദൻ, സ്തോത്രം, അവന്റെ ജനന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം,
അവൻ ഒരു യഹൂദൻ ഒരു വീട്ടിൽ ജനിച്ചാൽ ആ സമയത്ത് ആ ദൈവം അവന് കൊടുത്ത ആ സന്തതിയെ കൊടുത്തതിന്റെ നന്ദി സൂചകമായിട്ട് അവരുടെ വീടിന്റെ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഒരു അത്തി നടും. സ്തോത്രം. ആ അത്തിയുടെ പ്രായം ആ മകന്റെ പ്രായമാണ്. അത്തി വളരുന്നതിനനുസരിച്ച് ആ മകനും വളരും. സ്തോത്രം. ആ മകന്റെ 12ാമത്തെ വയസ്സെത്തുമ്പോൾ അപ്പൻ ആ അത്തിയുടെ കീഴെ കൊണ്ടുവന്നവനെ ആക്കിയിട്ട് പറയും, മോനെ, നിനക്ക് അറിവായി, നിനക്ക് ജ്ഞാനമായി, നിനക്ക് ചിലത് പഠിക്കാനും ഗ്രഹിക്കാനുള്ള ത്രാണി എത്തി. ഈ അത്തി നീ കണ്ടുപോ, നിന്റെ ജന്മദിവസം അപ്പൻ നട്ട അത്തിയാണ്. ഈ അത്തിയുടെ പ്രായം എന്ന് പറയുന്നത് നിന്റെ പ്രായമാണ്. സ്തോത്രം. പക്ഷേ ഇനി നിനക്ക് എന്ത് വിഷയം വന്നാലും അപ്പനായി എന്നോട് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ അത്തിയുടെ കീഴെ വന്നിരുന്ന് നിന്റെ ദൈവമായ യഹോവയോട് നീ പ്രാർത്ഥിക്കണം. ഇതൊരു യഹൂദന്റെ സിസ്റ്റമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്റെ ചിന്ത, നദിനയിൽ കഴിഞ്ഞ ചില ദീർഘവർഷങ്ങളായി ആ അത്തിയുടെ കീഴെ വന്നിരുന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൻ പറഞ്ഞു പഠിപ്പിച്ച ഉപദേശത്തിൽ അത്തിയുടെ കീഴെ എപ്പോഴും നദിനയിൽ വന്നിരിക്കും. സ്തോത്രം. പ്രായത്തിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആമേൻ, സ്തോത്രം, അതാ ഞാൻ ഒരുവനെ കണ്ടു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചതിന്റെ നടുവിൽ വന്നു കാണുക എന്ന് പറഞ്ഞതിന്റെ പേരിലും നദിനയിൽ യേശുവിനെ വന്ന് കാണുമ്പോൾ യേശു പറയുന്നു, ആഹാ, ആരിത്? ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. ചോദ്യം, നിനക്കെന്നെ അറിയാവോ? യേശു പറഞ്ഞു, അറിയാം. നിന്റെ 12ാമത്തെ വയസ്സിൽ നീ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവനെ അറിയുന്ന ഒരു യേശു ഉണ്ട്. നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? കർത്താവിനെ എന്നെ നന്നായിട്ട് അറിയാം. സ്തോത്രം. എത്രയോ പാട്ടുകളുണ്ട് ഏവനെ, അതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഭയങ്കര കൊതിയുണ്ട്. ഒരു 2 വരെയെങ്കിലും ഒന്ന് സ്തോത്രം ചൊല്ലി പാടിയായിരുന്നെങ്കിൽ എന്നെ നന്നായി അറിയുന്നവൻ. സ്തോത്രം. എന്നെ നന്നായി അകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറ, മറ്റാർക്കും എന്നെ അറിയത്തില്ലെങ്കിലും എന്നെ അറിയുന്നതുപോലെ അറിയുന്ന ഒരു യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. യേശുവിന്റെ അറിവിന്റെ 7ാമത്തെ തലത്തിലേക്ക് ഞാൻ വരാം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം ഒരു പ്രധാനപ്പെട്ട ദൂതാണ്. ഒരു ആത്മീയ രഹസ്യം പറഞ്ഞിരിക്കുന്ന വാക്കാണ് യോഹന്നാന്റെ സുവിശേഷം. എടുക്കണം ആ വാക്യം, 2-ന്റെ-24 വാക്യം വായിക്കാമോ? യേശുവിന്റെ അറിവിന്റെ 7ാമത്തെ തലം, യോഹന്നാൻ 2-ന്റെ-24. യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യർ ഭയങ്കര ആത്മീയം സത്യം അറിഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല. തന്റെ കൂടെ നടക്കാൻ എല്ലാവരും ഉണ്ട്, അപ്പം മുറുക്കി കൊടുക്കാൻ എല്ലാവരും ഉണ്ട്, അത്ഭുതം കിട്ടാൻ എല്ലാവരും ഉണ്ട്. പക്ഷെ അടുത്ത വാക്യം കിടക്കുക, യേശുവോ എല്ലാവരും അറിയാം, കർത്താവിന് എല്ലാവരെയും അറിയാം, അതുകൊണ്ട് തന്നെത്താൻ ഏൽപ്പിച്ചില്ല എന്ന് പറയുന്ന വാക്യന്റെ അർത്ഥം, ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ യേശു ആരോടും പറഞ്ഞിട്ടില്ല. യേശു അതാരോടും, കാരണം യേശുവിന് അറിയാം ഇവരൊക്കെ മനോരമ പത്രം ന്യൂസ് അടിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ ന്യൂസ് എന്ത് ചെയ്യും? അടിക്കും. സ്തോത്രം. ഇവിടുത്തെ ഓൺലൈൻ മീറ്റിംഗ് വാർത്ത സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവർ ഈ വാർത്ത സ്പ്രെഡ് ചെയ്യും. യേശുവിന് എല്ലാവരെയും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് യേശു തന്നെത്താൻ അവരെ എന്ത് ചെയ്തില്ല. ഇതൊരു ആത്മീയ രഹസ്യ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് കർത്താവ് അറിയാം. നിങ്ങൾ ഈ വാക്ക് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. സഹോദരങ്ങളെ, ചില പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് കാണാതെ ദയവായിട്ട് ആരോടും ഷെയർ ചെയ്യല്ലേ. ചില പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് കാണാതെ ആരോടും പറയല്ലേ. സ്തോത്രം. അതിന് തുടക്കം വരുമ്പോ പേപ്പർ മൂവായി തുടങ്ങുമ്പോഴേ നീ മിണ്ടരുത്. സ്തോത്രം. ഫാസ്റ്റ് പ്രാർത്ഥനക്കാരല്ലേ, ആയിക്കോട്ടെ, മിണ്ടണ്ട. കർത്താവിനറിയാലോ, കർത്താവ് അത് റൺ ചെയ്തോളും. സ്തോത്രം. ആ സൈൻ കിട്ടുമ്പോഴേ നീ ആരോടും പറയില്ല. കണ്ടോ എനിക്കെല്ലാം സെറ്റ് ചെയ്ത്, ഇപ്പൊ ഒന്നും മിണ്ടണ്ട. അതിന്റെ ഫുൾഫിൽമെന്റിന്റെ സമയമാകുമ്പോ ഓട്ടോമാറ്റിക്കലി നിന്റെ നാവിൽ നിന്ന് സാക്ഷ്യം പുറത്തു വന്നോളും. ഇപ്പൊ തുടക്കം വരുമ്പോഴേ നീ പറയണ്ട. ഒത്തിരി പ്രിയപ്പെട്ട ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഈ വാക്ക് നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു വഴി തുറന്നു, ഒരു വാതിൽ തുറന്നു. അതിനെ തുടക്കമാകുമ്പോഴേ ചില നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട, ദേശക്കാരോട് പറയാൻ നിൽക്കണ്ട. ഒരു ടൈം ദൈവം വെച്ചിട്ടുണ്ട്. അതുവരെ നീ തന്നെ സൂക്ഷിച്ചോണം. സ്തോത്രം. യേശുവിന് ചിലരെ അറിയാം, അതുകൊണ്ട് തന്നെത്താൻ എന്ത് ചെയ്തില്ല, ഏൽപ്പിച്ചില്ല. കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാട്ടെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. യേശുവിന്റെ അറിവിന്റെ 8ാമത്തെ തലം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? യേശു പറയാ, നിനക്കത് അറിയാമയ്യേ, എനിക്കിത് അറിയാം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യേശു ചോദിക്കുക, നിനക്കത് അറിയത്തില്ലേ? എന്താ ഇവിടുത്തെ അറിവ്? ആമേൻ, സ്തോത്രം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ നിത്യതയിലേക്ക് പോകുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നിക്കോദിമസിന്റെ സംശയമാണ്, എങ്ങനെ ഒരു മനുഷ്യൻ എറ്റേണിറ്റിയിൽ എത്താൻ പറ്റും? യേശു പറയാ, നിനക്ക് ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും സൺഡേ സ്കൂൾ പഠിച്ചിട്ടും നിനക്കത് അറിയുന്നില്ലേ എന്ന് യേശു ചോദിക്കുക. അതിനർത്ഥം നിത്യതയിലേക്ക് പോകാനുള്ള വഴി ആർക്കറിയാം? യേശുവിനറിയാം. സ്തോത്രം. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മളെ കൊണ്ടെത്തിക്കേണ്ട സ്ഥലത്തെ കുറിച്ച് യേശുവിന് അറിവുണ്ട്.
നിനക്കിപ്പോ ഇതൊന്നും അറിയില്ല. സ്തോത്രം. എന്റെ ഒരു കൊച്ചു ചോദ്യം, ഇത്രയും കഷ്ടതയും ഇത്രയും ഭാരവും ഇത്രയും പ്രയാസവും തലയ്ക്ക് മുകളിലൂടെ പാസ് ചെയ്തു പോയിട്ടും എന്താ ഇത്ര പ്രത്യാശയോടെ ഇരിക്കുന്നതെന്ന് ചിലരോട് ചോദിച്ചാൽ അവര് പറയും, പാസ്റ്റർ, ഞങ്ങളുടെ പ്രത്യാശയുടെ കാര്യം എവിടെയാണ് ചെന്നെത്തുന്നുള്ളൊരു വലിയ അറിവ് ഞങ്ങളുടെ അകത്തുണ്ട്. സ്തോത്രം. ഞങ്ങൾ പോകുന്നത് നിത്യതയിലേക്കാണ്. നിത്യതയുടെ തുറമുഖത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് മനസ്സിലാകുന്നവൻ, അറിയുന്നവൻ ചിലത് അസഹ്യപ്പെടുത്തത്തില്ല. ചിലരെപ്പോഴാ ഭാരപ്പെടുന്നതെന്ന് അറിയാമോ? ഈ ലോകം കൊണ്ടെല്ലാം തീരും പാസ്റ്ററെ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഊപ്പാട് വരും. സ്തോത്രം. അതിനേക്കാൾ അപ്പുറം അകത്തൊരു വെളിപ്പാട് കയറട്ടെ. ഞാൻ എവിടേക്കാ പോകുന്നത്? എന്റെ യാത്ര എങ്ങോട്ടാ? ഞാൻ ഈ നിത്യതയിലേക്കുള്ള യാത്രയിലാ. അത് അറിയാൻ പറ്റുന്നെങ്കിൽ അറിയേണ്ടത് പോലെ അറിയണം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാന് സാധാരണ ചിന്തിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ ട്രെയിൻ, ഞാനിപ്പോ ബാംഗ്ലൂരാ. രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിനകത്ത് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, സ്തോത്രം, എനിക്ക് എന്റെ ട്രെയിൻ എന്ന് പറയുന്നത് 5:40 5:40 ട്രെയിൻ. ഒരു 5:10 ആയപ്പോൾ 5:10 ഞാൻ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. സ്തോത്രം. അപ്പം ഞാൻ ഈ ഒത്തിരി ട്രെയിനുകൾ ഈ പാളത്തിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകാല്ലേ. അപ്പം നമ്മൾ എന്തായാലും വെറുതെ ഇരിക്കുക. എന്നാൽ പിന്നെ ട്രെയിനിന്റെ ബോഗികളെല്ലാം എണ്ണ 1 2 3 4 നമ്മൾ ട്രെയിനിന്റെ ബോഗികളെല്ലാം, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. വന്ദേ ഭാരതത്തിനകത്ത് എത്ര സീറ്റ് ഉണ്ടായിരിക്കും? അപ്പൊ നെറ്റി പെട്ടെന്ന് അടിച്ചു നോക്കി, വന്ദേ ഭാരതത്തിൽ ഇത്ര സീറ്റ് ഉണ്ട്. ഒരു യാത്രക്കാരന് ഇത്ര രൂപ വെച്ചാ എടുക്കുന്നെങ്കിൽ വന്ദേ ഭാരതത്തിന്റെ ഒരു ട്രിപ്പിൽ എത്ര കളക്ഷൻ ഗവൺമെന്റിന് കിട്ടുമായിരിക്കും? ഇതെല്ലാം ഞാൻ സമയം പോണ്ടേ, നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. എന്റെ പൊന്നു ബ്രദറെ, ഇതൊന്നും നീ അറിഞ്ഞില്ലേലും ഏറ്റവും കുറഞ്ഞത് നീ അറിയണം. എന്താണെന്ന് അറിയാമോ? 5:40 നിന്റെ ട്രെയിൻ എത്തും, അതറിയണം. 2, ആ ട്രെയിനകത്ത് നീ കയറുന്നതിനേക്കാൾ മുമ്പ് നിന്റെ ബോഗി വരുന്ന കമ്പാർട്ട്മെന്റ് നീ അറിയണം. അതിലെ കൂടെ പോകുന്ന ട്രെയിനിന്റെ വിവരം ഒന്നും നീ അറിയണ്ട. അതിന്റെ അകത്ത് എത്ര യാത്രക്കാരുണ്ട്, ഇതൊന്നും നീ അറിയണ്ട. ഏറ്റവും കുറഞ്ഞ നീ അറിയണം, നിന്റെ ട്രെയിൻ വരുന്ന സമയം നീ അറിയണം. ആ ബോഗി വരുന്ന കൃത്യ പ്ലേസ് നിനക്കറിയണം. ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നിനക്കറിയണം. അകത്ത് കയറിയ സീറ്റ് നമ്പർ നിനക്ക് എന്ത് ചെയ്യണം? അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയാതെ ആ യാത്ര പോയിട്ട് ഒരു കോര്. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ പെന്തക്കോസ്തിൽ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ അറിയേണ്ടതൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. എങ്ങോട്ടാ പോകുന്നത്? യാത്ര എങ്ങോട്ടാ? സീറ്റ് ഉറപ്പിച്ചോ? സ്തോത്രം. എത്തേണ്ട സ്ഥലത്ത് എത്തുമോ? അറിയണം. യേശു ചോദിക്കുക, ഉപദേഷ്ടാവായിട്ടും അറിയുന്നില്ലേ? പ്രാസംഗികനായിട്ടും അറിയുന്നില്ലേ? ഇത്രയും പ്രവചിച്ചിട്ട് നിനക്കത് അറിയുന്നില്ലേ? നീ എങ്ങോട്ടാ പോകുന്നത്? സ്തോത്രം. ഇന്ന് രാവിലെ അറിയുന്ന യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എല്ലാ ഹൃദയം തുറന്ന ദൈവത്തോട് 1-2 നിമിഷങ്ങൾ സ്തോത്രം ചൊല്ലാമോ? കണ്ണുകളെല്ലാം അടച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അറിവിന്റെ 8 നിലകൾ ഞാൻ പറഞ്ഞായിരുന്നു. സ്തോത്രം. ഇതിനകത്ത് ഏത് വാക്കാണ് നിങ്ങളെ സ്പർശിച്ചെന്ന് എനിക്കറിയില്ല. കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ആവർത്തിച്ച് ഞാൻ പറയാം. വാക്തത്വത്തിന് മുമ്പേ ചലിക്കാൻ ശ്രമിക്കുന്ന ചില ഗൂഢാലോചനകളെ യേശു അറിയുന്നുണ്ട്. 2, സ്നേഹത്തിന്റെ ഭാഷയിൽ മറഞ്ഞിരിക്കുന്ന കപടഭക്തികളെ യേശു അറിയുന്നുണ്ട്. 3, മാസങ്ങളുടെ പ്രിപ്പറേഷനിൽ വെൺകൽഭരണി ഉടച്ച സ്ത്രീയെ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്ന അധ്വാന നന്മകളെ നിഷ്ഫലമാക്കുന്ന ആ സ്പിരിറ്റിനെ യേശു അറിയുന്നുണ്ട്. 4, സ്തോത്രം, ഇപ്പോൾ ഇവൾ പാപിയായ സ്ത്രീയാണെന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ, പക്ഷെ നാളുകളിൽ ഇവൾ ആരാകും എന്ന് യേശുവിന് അറിയാം. 6, സ്തോത്രം, ആമേൻ, സ്തോത്രം, ഈ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ നിന്നെ അറിഞ്ഞ ഒരു യേശു ഉണ്ട്. 7, സ്തോത്രം, യേശുവിന് എല്ലാരെയും അറിയാവുന്നതുകൊണ്ട് തന്റെ പ്രവൃത്തിയെക്കുറിച്ച് വിശ്വസിച്ച് ആരെയും യേശു ഫലമേൽപ്പിച്ചില്ല. ആമേൻ. മുമ്പിൽ സംഭവിക്കാൻ പോകുന്ന ചില ഫ്യൂച്ചർ പ്ലാനുകൾ ഇപ്പൊ ആരോടും പറയണ്ട, അത് യേശുവിനെ നന്നായിട്ട് അറിയാം. അത് മനസ്സിൽ ഗ്രഹിച്ചിരുന്നാൽ മതി. 8, ആമേൻ, സ്തോത്രം, നിത്യതയിലേക്കുള്ള വഴി എങ്ങനാ പോകുന്നേ എന്ന് യേശുവിനെ അറിയാം. ഈ അറിവുള്ള യേശുവിനെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ടെൻഷൻ ഫ്രീ ആകുക, മനസ്സങ്ങ് സ്വസ്ഥമാകുക. ഞാൻ ആരാധിക്കുന്നത് കേവലം അമ്മൂമ്മക്കഥയുടെ ദൈവത്തെയല്ല, കെട്ടുകഥയുടെ ദൈവത്തെയല്ല, കേവലം ഒരു ഊമ വിഗ്രഹത്തെയല്ല, എല്ലാം നന്നായി അറിയാവുന്ന യേശുവിനെയാ. പ്രാർത്ഥിക്കുക, ഹൃദയമെല്ലാം തുറന്ന് സ്തോത്രം ചൊല്ലുക. നമ്മുടെ ദൈവം അറിവിന്റെ ദൈവമാ സഹോദരങ്ങളെ. ജ്ഞാനമുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം പോഷിക്കുന്ന ദൈവം അല്ല. കർത്താവിന് അറിയാമേ, നിന്റെ ഭാവി അറിയാമേ. ടെൻഷൻ മാറ്. നിങ്ങൾക്കേ ഉള്ളൂ ചിലത് അറിയാതിരിക്കുന്നത്. കർത്താവിനെല്ലാം കൃത്യമായിട്ട് അറിയാം. മനസ്സുകൊണ്ടങ്ങ് സ്വസ്ഥമാകുക. നാളുകളിൽ നീ ആരാകും, നിന്റെ ഭാവി എന്താകും യേശുവിനറിയാം. അടാ ശതന കനാദി ലക്ഷ്യ കരകസി ഹത്തനാദിയ. ഹൃദയമെല്ലാം തുറന്ന് 1-2 നിമിഷങ്ങൾ സ്തോത്രം ചൊല്ലാൻ പറ്റുമോ? മനസ്സുകളെല്ലാം തുറന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ലോയിസ് ഫിലിപ്പ് തന്റെ ദാസിക്കാര്യങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസിയെ പരിശുദ്ധാത്മാവ് പറയുക, ഭവനത്തിനകത്തുള്ള ചിലത് തിരിച്ചു വരും. റിട്ടേൺ, യൂട്ടേൺ അടിക്കുന്നത് പോലെ കർത്താവ് ചിലത് റിട്ടേൺ തിരിച്ചുകൊണ്ട് തരും കേട്ടോ. അടകക്ഷം വേടകസി ഹത്തനാദിയ. ആ വാക്ക് ഭയങ്കരമായും പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്നു. കൂടാരത്തിനകത്തുള്ള ചിലതിന് ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന അടകക്ഷം വേടകസ്യ, ദൈവിക മഹത്വത്തിന്റെ കലവറയായി
ഭവനത്തിന്റെ അകത്തളങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റും. ശക്തമായിട്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സ്തോത്രം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പുഷ്പമായി വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറയാൻ കാരണം ശരിക്കും ആ ചിത്രം അങ്ങനെ തന്നെ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. മൊട്ട് വിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ പുഷ്പമായി വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. സൗന്ദര്യം വെളിപ്പെട്ട് വരണമെങ്കിൽ, മനോഹാരിത ചലിക്കണമെങ്കിൽ ഇതിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാകണം. ഇതൊരു വളർച്ചയുടെ നന്മയിലേക്ക് എത്തണം. പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ആ കൂടാരത്തിൽ അത് ജനിപ്പിച്ചതിനാൽ, ചിലത് തിരിച്ചുകൊണ്ട് വരുന്നതിനാൽ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ലിസി വർഗീസ്, നിന്നോടുകൂടെ ചലിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ് കേട്ടോ. കൂടാരത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എന്റെ മഹത്വം എന്ന് പറയുന്നത് വചനത്തോടുകൂടെ പുറപ്പെടുന്ന ദൈവിക ശക്തിയുടെ കലവറയാണ് ദാസി. ആകെ അതിനുവേണ്ടി ദിവസങ്ങളിൽ ശക്തമായിട്ട് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചോളാൻ ദൈവത്തിന്റെ ആത്മാ പറയാ. ഓരോ പ്രഭാതങ്ങളിൽ എഴുന്നേൽക്കുമ്പോഴും അധ്യായങ്ങൾ മാറിയും തിരിഞ്ഞും വായിക്കുക, വചനത്തെ എന്നിട്ട് പുറപ്പെടുവിക്കുക. ഒരു നോട്ട്, ഒരു ടേബിള്, ആ ടേബിളിനകത്ത് പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു, ബൈബിൾ. കൂടാതെ ഒരു ഡയറി കൂടെ ഉണ്ട്. അതിനകത്ത് നീ എന്തൊക്കെയോ നോട്ട് ചെയ്തിടുന്നത് പോലെ കർത്താവിനെ കാണിക്കുക. കർത്താവിനോട് പറയുന്നു, ചിലത് പ്രിപ്പയർ ചെയ്യാൻ ദിവസങ്ങൾ ഞാൻ നിന്നെ ഒരുക്കാൻ പോകുക, ചിലത് പ്രിപ്പയർ ചെയ്യാൻ ദിവസങ്ങൾ ഞാൻ നിന്നെ പ്രാപ്തിപ്പെടുത്താൻ പോകുക. ലക്ഷം വേനകസി ഹത്തനാദി, ലക്ഷം വേനകസി ഹത്തനാദിയ. കിലോമീറ്ററുകൾക്കപ്പുറേ ചലിക്കപ്പെടും ചിലത്, കിലോമീറ്ററുകൾക്കപ്പുറേ ചിലത് അനങ്ങപ്പെടും. കർത്താവിനോട് പറയുന്നു, ഇന്നത്തെ ദിവസം തീരുന്നതിനേക്കാൾ മുമ്പ്, സ്തോത്രം, നിങ്ങൾ ഇപ്പോഴത്തെ ടൈം ഷെഡ്യൂൾ എനിക്കറിയില്ല, 24 hours, അടുത്ത 24 മണിക്കൂർ കഴിയുന്നതിനേക്കാൾ മുമ്പ് നിന്റെ കൂടാരത്തിനകത്ത് ഞാനൊരു അടയാളം വെളിപ്പെടുത്തും എന്ന് തന്നെ പരിശുദ്ധാത്മാവിനോട് അറിയുന്നു. കണ്ണും പൊട്ടി ആ പദം വിശ്വസിക്ക്. എന്തോ ഒരു മഹത്വം ഈ മണിക്കൂറുകൾ സംഭവിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ആത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുന്നു. ലേഖ പ്രബോധ് തന്റെ ദാസിക്കായി ഞങ്ങൾ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മഹത്വം കൊണ്ട് തന്റെ ദാസിയെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണം. കണ്ണുനീര് വെറുതെ ആയെന്ന് തോന്നുന്നുണ്ടോ? പ്രാർത്ഥന വെറുതെ ആയെന്ന് തോന്നുന്നുണ്ടോ? സ്തോത്രം, പ്രാർത്ഥിച്ചതിന്റെ മറുപടി അല്ലയോ ആ ഭവനം നിലനിന്നത് പോലും, കൂടാരത്തിൽ ഞാൻ ചിലതിനെ ചലിപ്പിച്ചത് പോലും. കർത്താവിനോട് പറയുന്നു, ആൾബലമല്ല, പോക്കറ്റിലെ പണവുമല്ല. എല്ലാ അർത്ഥത്തിലും ഓക്കെ ആയ ഒരു കുടുംബമാണ് നിങ്ങളുടേത്. പക്ഷെ പോക്കറ്റിലെ പണവും ആൾബലവും അല്ല, നിന്റെ കൂടാരത്തിൽ ഞാൻ ചിലതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥനയും സമർപ്പണവും തന്നെയാണ്. സ്തോത്രം. അടകക്ഷം മാനകത്തി ഹസ്തലം ശ്വേനകസ്യ. ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറയുന്നു, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നതിനായ സ്തോത്രം. കർത്താവിനോട് ആവർത്തിച്ച് പറയാൻ പറയുന്നു, ഈ ഡിസംബർ തീരുന്നതിനേക്കാൾ മുമ്പ് വേർതിരിഞ്ഞ് ചില കർത്തൃസന്നിധിയിൽ ചില ദിവസങ്ങൾ മാറ്റിവെച്ച് എത്ര തിരക്കാണെങ്കിൽ എന്ന് ഇരിക്കുക. അടകക്ഷം വേനകസ്യാവന. കഴിഞ്ഞ ചില മാസങ്ങളായി അനങ്ങാത്ത ചില വിഷയങ്ങളെ ഞാൻ എങ്ങനെ ചലിപ്പിക്കുമെന്ന് നിന്റെ കണ്ണു തുറന്ന് കാണാനുള്ള പ്രത്യേക ഗിഫ്റ്റുകൾ ഞാൻ ഈ ദിവസങ്ങൾ നിന്റെ ശിരസിനകത്തേക്ക് പകരപ്പെടും. ആത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുക. അലകക്ഷം വീരകസ്യ. ഭവനത്തിനകത്തൊരു യോസേഫ് ഉണ്ട് കേട്ടോ. ഭവനത്തിനകത്തൊരു വാക്തത്വ സന്ധി, ഒരു സ്വപ്നത്തിന്റെ അഭിഷേകം പേര് നടക്കുന്ന യോസേഫ് ഉണ്ട്. കർത്താവ് അതിനെ അങ്ങനെ കൊണ്ടുവരും എന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുക. എന്റെ ഹൃദയം തുറന്നത് എന്റെ ദാസിയെ ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മകളുടെ കലവറകളാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുന്നതിനായി സ്തോത്രം. എസ്തേർ തന്റെ ദാസിക്കായി ഞങ്ങൾ വിശേഷ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഒതുങ്ങിയിരിക്കരുത്, അടങ്ങിയിരിക്കരുത്, എഴുന്നേറ്റ് കാഹളം പോലെ നിന്റെ ശബ്ദമോത്. കർത്താവിനോട് അങ്ങനെ പറയുന്നു. ആള് മാറി, പേര് മാറി, രീതി മാറി, നിന്നെ ഞാൻ എന്തിനാ പുറത്തു കൊണ്ടുവന്നേം അറിയാമോ? എന്റെ മഹത്വത്തെ നിന്നിലൂടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അടകക്ഷം വേനകസി ഹത്തനാദിയ. പുറമേ നീ ചിരിച്ചു കാണിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ മനസ്സിനകത്തും ചോദ്യങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ എഴുതി തയ്യാറാക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ദൈവത്തിന്റെ മഹത്വത്തിന്റെ മറുപടികൾ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വീശാൻ പോകുന്നത്. പുറമെ ആരോടും നീ അങ്ങനെ പരാതികൾ പറയുന്ന ഒരാളല്ല, സങ്കടങ്ങൾ പറയുന്ന ഒരാളല്ല. നിന്നോട് ചേർന്നിരിക്കുന്ന അത്രയും വിശ്വസ്തയുള്ള ഒരാളോട് മാത്രമേ നീ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ. കർത്താവിനോട് പറയുന്നു, അതും പോരാ, എന്റെ സന്നിധാനത്തിൽ വിഷയം അവതരിപ്പിക്കുക. ഇനിയും വിഷയങ്ങളെ എന്റെ സന്നിധാനത്തിൽ കൊണ്ടുപോവാ. അടകക്ഷം വേനകസി ഹത്തനാദിയ. എന്റെ ദാസി, ഒരു മേൽക്കൂര ഒരു ഭവനത്തിനകത്ത് പണിയുന്നത് പോലെ, ഒരു കൂടാരത്തിനകത്ത് ഒരു മേൽക്കൂര പണിയുന്നത് പോലെ നിനക്ക് വേണ്ടി ഞാൻ ചില പ്രൊട്ടക്ഷനുകൾ ഉയരത്തിനകത്ത് സ്ഥാപിക്കപ്പെടാൻ പോകുകയാണെന്ന് ആത്മാ പറയുന്നു. ഉന്നതകളിൽ നിന്ന് ചില വിളികൾ വരും കേട്ടോ. ഏറ്റവും ടോപ്പ് തലത്തിനകത്ത് നിന്ന് ചില വിളികൾ വരും. നിങ്ങൾ എന്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ കർത്താവിനോട് ശക്തമായി പറയാൻ പറയുന്നു, ഏറ്റവും ടോപ്പിൽ നിന്നും ഏറ്റവും എക്സ്ട്രീ ലെവലിൽ നിന്നും നിനക്കുള്ള ചില വിളികൾ വരും. വിളിച്ചു വരുത്തി പന്തിക്കകത്ത് ഭോജനം തന്ന് നിന്നെ തൃപ്തിയോടെ മടക്കി അയക്കുന്ന പ്രോമിസുകൾ മനുഷ്യരിലൂടെ ചെയ്യിപ്പിക്കും ഞാൻ. അവരുടെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി അനുകൂലമാക്കും. ആത്മാ പറയുക, അടകക്ഷം വേനകസ്യ. 3 ഡിപ്പാർട്ട്മെന്റുകളെ ഞാൻ നിനക്ക് വേണ്ടി തിരിക്കും. 3 ഡിപ്പാർട്ട്മെന്റുകളെ ഞാൻ നിനക്ക് വേണ്ടി അനുകൂലമാക്കും. എന്റെ ഹൃദയം തുറന്ന് ഇപ്പോൾ തന്നെ ദാസി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ മഹത്വം തന്റെ കൂടാരത്തിന് മേലും വാഴുന്നതിനായി സ്തോത്രം. ഏബേൽ കർത്താവിന്റെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചൊല്ലുന്നു. ഏബേൽ എബ്രഹാം അടകക്ഷം വേനകസി ഹാത്തനാദിയ.
നിന്റെ പേരിനകത്ത് ഒരു പേരും കൂടെ വന്നു ചേരും കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മനോട് പറയുന്നു, ഈ ഏബേൻ എബ്രഹാം എന്നുള്ളത് മോനെ നിന്റെ ഓഫീഷ്യൽ നെയിം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, സ്തോത്രം. റൈറ്റ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഇല്ല, ഒരു പേരും കൂടെ ഇതിന്റെ കൂടെ വന്നു ചേരും. അതിനകത്തൊരു ഗ്ലോറി ഉണ്ടാകും, അതിനകത്തൊരു മഹത്വം ഉണ്ടായിരിക്കും. യേശുവിന്റെ നാമത്തിൽ 3 പേരുകളോടുകൂടെ ഞാൻ നിന്നെ അറിയപ്പെടുത്തും. അടകക്ഷം വേനകസി ഹത്തനാദി, ലക്ഷം വേനകസി ഹത്തനാദിയ. ഇപ്പോൾ നീ താമസിക്കുന്ന സ്ഥലം, ഇതിന്റെ പശ്ചാത്തലം എനിക്കറിയില്ല. പക്ഷെ കർത്താവിനോട് പറയുന്നു, യാത്രകൾ ഭയങ്കരമാണ് കേട്ടോ, ട്രാവലിങ്ങുകൾ ഭയങ്കരമാണ്. നിന്റെ ശിരസിനകത്ത് വാഴുന്ന വാക്തത്വങ്ങൾ ചെറുതല്ലല്ലോ. ദൈവത്തിന്റെ ആത്മ ചിലതിനെ നീ വീടും, ചിലതിലേക്ക് നീ വന്നു ചേരും, ചിലതിനെ നീ വിടും. ഇപ്പോൾ നീ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലതിനോട് നീ ഗുഡ് ബൈ പറയും, ടാറ്റ പറയും. എന്നിട്ട് നീ ചിലതിലേക്ക് വന്നു ചേരും, എൻട്രി ആകും. അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കലവറകളുമാകും. നീ താമസിക്കുന്ന ഭവനം അതൊരു കേവല ഭവനമല്ല, അതൊരു പ്രാർത്ഥനാ സ്ഥലമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റും. അനേകം അഭിഷക്തന്മാർ, ഭാരതത്തിനകത്ത് പ്രയോജനപ്പെടുന്ന അനേകം ലീഡേഴ്സുകൾ നിന്റെ കൂടാരത്തിൽ വന്ന് താമസിക്കും. അതൊരു പ്രാർത്ഥനയുടെ സ്ഥലമാക്കി മാറ്റും. ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് വാതി കെട്ടി നിൽക്കുന്ന സാമുദായിക പശ്ചാത്തലത്തിലുള്ള പലതിനെയും വലിച്ചു പുറത്തു കൊണ്ടുവരാൻ ഞാൻ നിന്റെ കൂടാരത്തെ അഭിഷേകം ചെയ്ത് മാറ്റും. ശരിക്കും അതിന് ബദയിലാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റും. ആത്മാ പറയാ, ബദയിൽ അടകക്ഷം ദേനകസ്യ. ഈ പദവും നീയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ബദയിൽ അടകക്ഷം ദേനകസി ഹത്തനാദിയ. എന്നെ ഹൃദയം തുറന്നു പ്രിയ ദാസനെ, പ്രിയ മകനെ, ഇപ്പോൾ ഞാൻ സ്തോത്രം ചൊല്ലി കർത്തൃസംഗതിയിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹത്വം തന്റെ പേര് വാഴുന്നതിനായി സ്തോത്രം. ഒരു വാഹനം, ആ വാഹനത്തിന് നീ വാങ്ങും. അടകക്ഷം വേനകസി ഹത്തനാദിയാവന. ഒരു വലിയ വാഹനം, 4 വീലർ ഒന്നുമല്ല, 2 വീലർ ഒന്നുമല്ല, ഒരു വലിയ വാഹനം. ആ വലിയ വാഹനം നീ നിന്റെ സ്വന്തം നന്മ കൊടുത്ത് മേടിക്കും. അത് മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ഇതൊക്കെ ഭാവി കാലത്ത് നിന്റെ മേൽ സംഭവിക്കപ്പെടാൻ പോകുന്ന വാഗ്ദത്തങ്ങളാകിയാൽ ശക്തമായിട്ട് നീ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കയറിക്കോളാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുക. എന്റെ ഹൃദയം തുറന്ന് ഇപ്പോൾ പ്രിയ മകനെ ഞാൻ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു സീസൺ നിനക്കുള്ളതാ കേട്ടോ, അടുത്തൊരു കാലഘട്ടങ്ങൾ നിനക്കുള്ളതാ. ഈ ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ചിന്റെ പകുതിയോടടുക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം നിന്റെ സീസണുകളാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റും. ആ സമയം നിന്റെ പേര് ഭയങ്കരമായി വൈഡ് ആകും, അത് പുറത്തു വരും. സ്തോത്രം. യോശുവയോട് പറഞ്ഞ സെയിം പ്രോമിസ്, ഞാൻ നിന്നെ വലുതാക്കാമല്ല, ഞാൻ നിന്റെ പേരിനെ വലുതാക്കാം. യോശുവയോട് പറഞ്ഞ സെയിം വാഗ്ദത്തം. കർത്താവേ, നീ അത് ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി കരുതുന്ന ചിലരുണ്ട്, അവരെ തൃപ്തമാക്കാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. അവരിപ്പം നിനക്ക് വേണ്ടി കരുതുക, പക്ഷെ ദൈവം എന്നോട് ആ വാക്ക് തിരിച്ചു പറയാൻ പറയുന്നു, അവർക്ക് വേണ്ടി നീ കരുതുന്നവനായി മാറും. നിന്റെ കയ്യിലൂടെ അവർ തൃപ്തി അടയും. ഇതിനുവേണ്ടി ദിവസങ്ങൾ നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഒരു മഹത്വം നിന്റെ മേൽ വാഴുന്നു. ഇതുവരെ ഇല്ലാത്ത ചില ബന്ധങ്ങൾക്കകത്ത് നീ എൻട്രി ആകും. അനേകം റിലേഷനുകൾ നിനക്ക് വന്നു ചേരും. അത് ദൈവിക പദ്ധതിയുടെ പാർട്ടാണ്. കർത്താവ് ദൂത് കൈമാറ്റം ചെയ്യുന്നു. ഹൃദയങ്ങളെല്ലാം തുറന്നു ആത്മാവിൽ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ചു. ലോർഡ് ദ ഹോളി സ്പിരിറ്റ് ആംഷ്മാനകസ്യാദന ശരണ്യ, തന്റെ ദാസിക്കായി സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. എടുത്ത തീരുമാനങ്ങൾ അബദ്ധമല്ല കേട്ടോ, അത് ഡിസിഷൻ മേക്കിംഗ്. സ്തോത്രം. അബദ്ധമായോ എന്ന് നീ ചിന്തിക്കുന്നുണ്ട്? ഇല്ല, അത് അബദ്ധമായിട്ടില്ല. എന്തൊരു മഹത്വം അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. നീ എടുത്ത തീരുമാനങ്ങൾ മാനുഷിക തലത്തിൽ എടുത്തതുമല്ല. ആകെ ശക്തമായിട്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കയറിക്കോ. ആ തീരുമാനങ്ങൾക്കകത്ത് ഒരു ഡിവൈൻ ദൈവിക മഹത്വത്തെ പരിശുദ്ധ ആത്മാവിനെ വെളിപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുക. അത് ഞാൻ പറയുമ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, അടുത്ത 7 ദിവസ കാലഘട്ടത്തിനകത്ത് 2 തീരുമാനങ്ങൾ നിന്റെ നാവിനകത്തൂടെ പുറത്തു വരും. അത് രണ്ടും നിന്റെ കൂടാരത്തെ ഉറപ്പിക്കുന്ന ദൈവിക മഹത്വമാക്കി ആത്മാവ് മാറ്റും. എന്നിട്ടും എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ, എന്നിട്ടും ഞാൻ ഇവിടം വരെ വന്നോളല്ലോ എന്ന് നീ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വിഷയത്തിൽ അതിന് ദൈവം മാറ്റി സ്ഥാപിച്ചു. ഓമേൻ സ്തോത്രം. സ്റ്റെപ്പുകൾ മുമ്പിലേക്ക് എടുത്തു വെക്കാൻ പാകത്തിൽ കർത്താവ് നിന്നെ ഭയങ്കരമായി ശക്തീകരിക്കും. ദാസിയെ, ആത്മാവ് പറയുക, ഈ സഭകളെ സഹായിക്കാൻ ഒരു പ്രത്യേക ദൈവകൃപ ഞാൻ നിന്റെ മേൽ പകരും. ഞാൻ ഈ സാമ്പത്തിക മാത്രമല്ല പറയുന്നത്, സഭകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കകത്ത് അഭിഷക്തന്മാരെ തണിപ്പിക്കാൻ ഭാഗത്തിൽ ഞാൻ നിന്നെ ഭയങ്കരമായി ബലപ്പെടുത്തുന്നതിന്റെ നല്ല കാലഘട്ടമുണ്ട്. അപ്പോഴും നീ ചോദിക്കുന്നുണ്ട്, പത്രോസിനെ പോലെ തന്നെയാ നീ? ശരിക്കും ഒരു ഫിൽട്ടറാണ് നീ, പത്രോസാണ് നീ. നാളാ ഞങ്ങൾ നിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചൊരു പത്രോസ്. എന്നാൽ അതേ പത്രോസ് ലേഖനത്തിൽ വരുമ്പോൾ പറയുക, ദാസിയെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ വെളിപ്പാടുകൾ മാറാൻ പോവുക, റെവലേഷനുകൾ മാറാൻ പോവുക, ഇപ്പോഴത്തെ മനോഭാവം, ഇപ്പോഴത്തെ ചിന്തകളും മാറാൻ പോവുക. 7 ദിവസ കാലഘട്ടങ്ങൾ പ്രാർത്ഥിച്ചോ. റൗണ്ട് വരച്ച ഡേറ്റുകൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഒരു മഹത്വം വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്റെ ഹൃദയം തുറന്നത് എന്റെ ദാസിയെ ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അത് ചെയ്യുന്നതിനായി ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ആരെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ ഗിഫ്റ്റ് പാക്കേജുകളെ കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് മലർത്തിയോ ഉയർത്തിയോ പിടിക്കാമോ? ലാസ്റ്റ് 1 മിനിറ്റ് പ്രയർ. സ്തോത്രം. കർത്താവേ സ്തോത്രം. പരിമിതമായ സാഹചര്യത്തിൽ പറ്റുന്നിടത്തോളം പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചൊല്ലും. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾക്ക് ഇവരുടെ സ്ഥിതികളെല്ലാം അറിയില്ല, ഞങ്ങളത് സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് ഇവരുടെ അവസ്ഥകളെല്ലാം അറിയില്ല. പക്ഷെ ഇവർ കരം മലർത്തി പിടിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ മെസ്സേജിനകത്ത് കേട്ടതുപോലെ എല്ലാം നന്നായി അറിയാവുന്ന, എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ള,
യേശുവിന്റെ സന്നിധിയിലാണ് ഇനി ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ താഴ്ത്താൻ പോകുന്നത്. നിനക്കറിയാം, ഇന്നിന്റെ ഞങ്ങളുടെ സാഹചര്യം അറിയാം, നാളുകളിൽ ഞങ്ങൾ എന്താകും ദൈവത്തിന് നന്നായി അറിയാം. ആ കർത്തൃകരങ്ങളിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഭാവിയെ ഏൽപ്പിക്കുന്നു. അറിയുന്ന യേശുവെ, ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you once again. Thank you. താങ്ക് യു പാസ്റ്റർ. ഏബൽ മോനെ, ആ പാട്ടൊന്ന് പാടാമോ? എല്ലാം അറിയുന്ന, എല്ലാം നന്നായി അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, എന്നെ നന്നായി അറിയുന്നോനെ, എന്നെ നന്നായി മെനയുന്നോനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ, എൻ്റെ അപ്പനെ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എൻ്റെ അപ്പനെ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എൻ്റെ അപ്പനെ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. പത്രോസിനെ പോൽ തള്ളി പറഞ്ഞവൻ ഞാൻ, യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. പത്രോസിനെ പോൽ തള്ളി പറഞ്ഞവൻ ഞാൻ, യോനായെ പോലെ പിന്തിരിഞ്ഞവൻ ഞാൻ. ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ, ഏലിയാവെ പോൽ വാടി തളർന്നവൻ ഞാൻ. പൊന്നേശുവേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. പൊന്നേശുവേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഹേമാൻ, എനിക്കും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി ഞാൻ നന്ദി പറയുന്നു. പ്രിയ ഏബിൾ, ഇന്ന് ആരാധന ലീഡിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു.
എന്നാൽ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നാലും കയറി പ്രിയ പൈതൽ പാടിയ ആദ്യ പാട്ടുകളൊക്കെ കേട്ടു. ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന പ്രിയ പാസ്റ്റർ അഭിമന്യു ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന് എനിക്ക് കൂടെ കാണണമെന്ന് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് നടന്നില്ല. എന്നാലും സ്നീക്കിൻ ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളൊക്കെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. അവസാനമായി പ്രിയ പൈതൽ പാടുവാൻ കർത്താവ് സാവകാശങ്ങൾ ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെ അറിയുന്ന ഒരു അപ്പൻ, ഞാനിന്ന് സന്ധ്യാസമയം വചനം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. I will never leave you orphans. I will come to you. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഇന്ന് രാത്രികാലം ദൂതുകൾ, ആലോചനകളൊക്കെ ദൈവം നമുക്ക് തന്നു. ഒരു കാര്യം ഉറപ്പോടെ, അതിനു മുമ്പ് പറയുന്ന ഒരു കാര്യം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ കാര്യസ്ഥനെ തന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന്. മനസ്സിലായോ? കാര്യസ്ഥൻ മാത്രമല്ല, ഈ അപ്പൻ കൂടെയുണ്ട്, അവൻ കൈവിടത്തില്ല. ഇന്ന് രാത്രികാലം ആരെങ്കിലും, കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ടാണ് വചനം നമുക്ക് നൽകി തന്നത്. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന് വളരെ അനുഗ്രഹമാണ്. പാസ്റ്റർ അഭിമന്യു, ഡോക്ടർ അനു, എല്ലാവരും ഇന്ന് സന്ധ്യാസമയം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചല്ലോ. നമ്മൾക്ക് ആവശ്യമായ വചനം കർത്താവ് നൽകി തന്നല്ലോ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എന്നെ കൈവിടാത്ത ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പോടെന്ന് പറഞ്ഞേ. ജീവിത സാഹചര്യങ്ങളിൽ മടുപ്പിക്കുന്ന വിഷയങ്ങൾ, ഭാരങ്ങൾ കൊണ്ടുവന്ന് സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങൾ മുൻപിൽ വരുമ്പോൾ എൻ്റെ അപ്പൻ കൂടെ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞ ദൈവ പൈതലേ. ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ലെന്നേ. ഹല്ലേലൂയ. അനാഥനായി വിടത്തില്ലെന്നേ. ഹല്ലേലൂയ. കാര്യസ്ഥൻ കൂടെ ഉണ്ടെന്നേ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്, കാര്യസ്ഥൻ്റെ പണിയാത്, ഹെൽപ്പർ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യണം, രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം, ഇരുട്ട് വ്യാപരിക്കുമ്പോൾ എന്ത് ചെയ്യണം, മുൻപിൽ പോകാൻ കഴിയാതെ സാഹചര്യങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചന പറഞ്ഞു തരുവാൻ, അല്ലെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞാൽ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ ആലോചന പറഞ്ഞു തരുന്ന ഒരു കാര്യസ്ഥൻ കൂടെയുണ്ട്. മടുത്തു പോകരുത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ as I pray for you, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായി കർത്താവ് ഈ ദിവസങ്ങൾ പല രാജ്യങ്ങളിൽ, ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ വളരെ ശക്തമായി ഉപയോഗിക്കുമ്പോൾ കുടുംബമായി കർത്താവിനെ നിലനിർത്തുവാൻ അഭിഷേകത്തിന്റെ പുത്തൻ ശക്തിയാൽ പിന്നെ നിറച്ച് ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവിൽ പിന്നെ ഞാൻ പറയട്ടെ, കാര്യസ്ഥനായ ദൈവം കൂടെയുണ്ട്, കൈവിടത്തില്ല. അനാഥരായ ദൈവം വിടത്തില്ല, അവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് രാത്രികാലം എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിലെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. എല്ലാറ്റിനുമായി നന്ദി പറയുന്നു. വർഷത്തിൻ്റെ ആരംഭം മുതൽ നിമിഷം വരെ ഞങ്ങളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ പൈതൽ ഏബിളിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന ആരോഗ്യവും ബലവും എല്ലാം ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തന്നോട് ഇന്ന് വളരെ ശക്തമായി പറഞ്ഞ ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അതങ്ങനെ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വരുന്ന നാളുകളിൽ കർത്താവെ വളരെ ശക്തമായി പ്രിയ പൈതലിനെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കൂടി വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കണം. ആരെങ്കിലും കർത്താവ് ഇന്ന് രാത്രികാലം നിരാശയോടുകൂടെ ജോയിൻ ചെയ്തെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവർക്ക് ശക്തമായി ലഭിച്ച ദൈവവചനം ഏറ്റെടുത്ത് വളരെ ശക്തമായി നിൽപ്പാൻ സ്വർഗം ഇടയാക്കണമേ. ഹല്ലേലൂയ. പാസ്റ്റർ അഭിമന്യുക്കായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം, കുഞ്ഞിനായി സ്തോത്രം. ദാസന് വളരെ ശക്തമായി ദിവസങ്ങൾ പിന്നെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തോമസങ്ങളിലായി സ്തോത്രം, ലെൻഡാനിക്കായി സ്തോത്രം, ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന കർത്താവെ ബിജോയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, രോഹനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രവചന ശബ്ദങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് പറയുന്നതെല്ലാം അത് ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം കൂടെ ഇരുന്നാട്ട് അനുഗ്രഹിച്ചനായ നന്ദി.
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പിന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന എടുത്തതിനാൽ നന്ദി. യേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. റിസീവ് ദി ബെനഡിക്ഷൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ കൃപ, ആശ്വസിപ്പിച്ച വഴി നിർത്ത പരിശുദ്ധാത്മാവിൻ്റെ കാവലും കൂട്ടായ്മയും നമ്മെല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്ന് ആരാധന ലീഡ് ചെയ്ത പ്രിയ പൈതലിനോടും വചനം സംസാരിച്ച കർത്താവ് ദാസനോടും കുടുംബത്തോടും കർത്താവിൻ്റെ ഓരോരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. Amen. 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 God bless you all. God bless you all. Thank you so much. Hallelujah. Good to see you, Pastor Abhimanyu. ഞാൻ കുറച്ച് മിസ്സാക്കി, എന്നാലും ഐ ഹേർഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്. വിശേഷം സന്തോഷം. God bless you. Abel, Yeah. Pastor Abhimanyu is asking you something.